दादरा श्रीवासवी गौरवत्ववन्दां उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमुत्यन्नमामिहं। जय नरसिंह श्री नरसिंह जय जय नरसिंह। जय प्रह्लादेश जय पद्ममुख मुख पद्मभृंग विनाश नरसिंह भगवान की जय। भक्तप्रहलाद महाराज की जय। गुरुदेव महाराज की जय। शिला प्रभात की जय। गौर प्रेमानंदे हरि हरि बोल। हरे कृष्णा। सर्वം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ സൂര്യ മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി, ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മള് എന്താ പറയുന്നത്, കഴിഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തോളമായിട്ട് നമ്മൾ രണ്ടാമത്തെ അധ്യായം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ അധ്യായം നീണ്ട 72 ശ്ലോകങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കൊണ്ട് ആ, തീർന്നു. തീർന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തീരെയാത്ത സബ്ജക്റ്റാണ്. കാര്യം ഭഗവത്ഗീതയുടെ സംഗ്രഹമാണ്. ഭഗവത്ഗീതയുള്ള ഈ 18 അധ്യായങ്ങളിൽ വരേണ്ട കാര്യങ്ങൾ വളരെ ചെറിയതായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. എന്നിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് മറ്റുള്ള അധ്യായങ്ങളിലൊക്കെ വരുന്നുമുണ്ട് ഇതിനെപ്പറ്റി, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റി. അപ്പോൾ ഇതൊരു സമ്മറിയാണ്. അപ്പോൾ ആദ്യം ഞാൻ തുടക്കത്തിൽ വേറൊരു മാതാജിയെ വിളിച്ചിരുന്നു, സാവിത്രി കേശവദാസി മാതാജി. മാതാജിയാണ് സമ്മറി എടുത്തത് തുടക്കത്തിൽ. നിങ്ങൾക്ക് ഓർമ്മ കാണും, സിബി മാതാജി എന്ന് പറയുന്ന മാതാജി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 72 ശ്ലോകങ്ങൾ എടുത്തെങ്കിലും അതിലെ ഭൂരിഭാഗവും നമ്മൾ പ്രശ്നോത്തരിയിൽ കൂടെ കവർ ചെയ്ത് നിങ്ങൾ ഭാവാർത്ഥം എല്ലാം തന്നെ വായിച്ചിട്ടുണ്ടാവും. ഇപ്പം ലാസ്റ്റ് ഈ 10-12 ശ്ലോകങ്ങളുടെ ബാക്കിയുണ്ട്. അപ്പം ഞാനതിന് ക്വസ്റ്റ്യൻ ഇടണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച ഭയങ്കര എന്താ പറയുക, ജീവിതത്തിൽ തന്നെ എനിക്ക് 24 മണിക്കൂർ പോരാ എന്ന് തോന്നിയ ദിവസങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് എന്താ പറയുക, 2-3 ദിവസമായിട്ട് എന്താണ് BP-യുടെ വേരിയേഷൻ എന്താണെന്ന് അറിയത്തില്ല. തലയ്ക്ക് നല്ല ഇങ്ങനെ ഭാരമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ നാവ് പിന്നെ അത് കുറേ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് വൈറ്റമിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ. നല്ലതായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ഒന്നും തന്നെ സമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ഇത്രയും നാളും പഠിച്ച അറിവ് വെച്ചുകൊണ്ട് ഞാനൊരു സമ്മറി പറയാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പ്രശ്നോത്തരി മാറ്റി വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എഴുതാനായിട്ടൊരു സമയം കിട്ടാത്ത, അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിൽ നിന്നായിരുന്നു വിചാരിച്ച സമ്മറിന്ന്. പക്ഷെ എനിക്കത് എഴുതാൻ സമയം കിട്ടാത്ത കാരണം ഞാൻ അത് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് താമസിച്ചറിഞ്ഞവരൊക്കെ തന്നെ എന്നോട് ക്ഷമിക്കുക. പിന്നെ ഇതെല്ലാവരും അതിൽ ഒരു മാതാജി മാത്രമേ എനിക്ക് അയച്ചു തന്നിരുന്നു സമ്മറി. അവർ തയ്യാറാക്കിയത് കുറച്ച് ശ്ലോകങ്ങളിലെ, അത് നമ്മളുടെ ഓൾവേസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്ന മാതാജിയാണ്. ഞാൻ പേര് പറഞ്ഞില്ലേ, നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ആദ്യം എന്ന് പറയുന്ന മാതാജി. ഞാൻ പേര് പറയുന്നില്ല, തൊട്ട് കാണിക്കാൻ വേണമെങ്കിൽ. ആർക്കെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ? ക്ലൂ. ജ്ഞാനാംബിക മാതാജി. ഹരി ബോൾ. ഹരേ കൃഷ്ണ. അപ്പൊ അപ്പൊ മാതാജി, കുറച്ച് നോക്കിയിട്ട് പകുതിയെ നോക്കാൻ പറ്റിയുള്ളൂ പ്രഭു. ഞാനും ഇങ്ങനെ കുറച്ച് സമ്മറി നോക്കി. അതേ നല്ല കുത്തി ഇരുന്ന് എഴുതിയ കാര്യം. മാതാജിക്ക് അത് ഭക്തിശാസ്ത്രിയൊക്കെ ഉള്ളത് കൊണ്ട് മാതാജിക്ക് അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന്റെ ഫലമായിട്ട് എഴുതിയാണ്. പക്ഷെ എനിക്ക് എൻ്റെ എന്താ പറയുക, തല നേരെ നിൽക്കാതെ കാരണം അത് ശരിക്കൊന്ന് വായിച്ചു നോക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഞാനത് പിന്നീട് നോക്കുന്നതായിരിക്കാം. നമുക്ക് നോക്കാം മാതാജി എന്തുമാത്രം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന്. മാതാജി പറയുന്നൊന്നും കേൾക്കുന്നില്ല, മ്യൂട്ടായിരുന്നു. മുഴുവനൊന്നും എഴുതിയില്ല പ്രഭു, കുറച്ചേ എഴുതിയോളൂ ഞാന്. എന്നാലും മുഴുവൻ എഴുതിയില്ല പ്രഭു, കുറച്ചേ എഴുതിയുള്ളൂ. കുറച്ച് എഴുതിയല്ലോ. സ്വല്പം അല്പസ്യ ധർമ്മസ്യ എന്നല്ലേ പറയുന്നത്. നമ്മൾ സ്വല്പം അതെ അല്പമൊക്കെ ഭഗവാന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ത്രായതോ മഹതോ ഭയാൻ അത് വരാനിരിക്കില്ലേ നമ്മളെ അതെ എല്ലാവരുടെയും അത് ജീവിതം. ഞാൻ വിചാരിച്ചോട്ടെ, മുഴുവൻ 72 ശ്ലോകത്തിന്റെ എഴുതണം എന്ന് വിചാരിച്ചപ്പോ കുറെ സമയം, 1-2 ദിവസമെങ്കിലും മിനിമം എടുക്കും ഉറപ്പായിട്ടും. ഞാനും നന്നായിട്ട് എഴുതണം. ഞാനും
47 ശ്ലോകം വരെ എഴുതി പ്രഭു. പിന്നെ എനിക്കും സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ ഓരോരുത്തരെയും വിളിക്കും. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആരും എക്സിറ്റ് ആയി പോകുമെന്ന് ചെയ്യരുത് ദയവേത്. ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊരു എന്താ പറഞ്ഞ അല്ല, ഒരു ഇത് ഞാൻ തുടങ്ങാൻ പ്രഭു, അല്ലാണ്ട് നമ്മളൊന്നും കൊണ്ടൊന്നുമല്ലല്ലോ ഇങ്ങനത്തെ ഓപ്പൺ ഫോറം ആണ് എന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇത് വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ എഴുതിയില്ലല്ലോ, എനിക്ക് സമയം കിട്ടിയില്ലല്ലോ എന്ന്. കാര്യം എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ നിങ്ങളുടെ ഓരോരുത്തർ കുടുംബിനികളായിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് എഴുതിയില്ല എന്ന് വെച്ചിട്ട് ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമുക്ക് എന്തായിരുന്നു ഈ രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് അത്രയും മാത്രം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരും ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യമായിട്ട് മംഗളാചരണം ആരെങ്കിലും ചൊല്ലിക്കും. എനിക്ക് നാവിന് കുറച്ച് ഇതല്ലേ. അപ്പോൾ രാധിക കൊല്ലാം മാതാജി. കൊല്ലാം കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്യതംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्ण. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് രണ്ടാമത്തെ അധ്യായത്തിലെ നമ്മൾ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഏത് പേരാണെന്ന് ഓർമ്മയുണ്ടോ? എന്താ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ഗീതാവിഷയ സംഗ്രഹത്തെ. മറ്റുള്ള ചില ബുക്കുകളിലൊക്കെ സാഖ്യയോഗം. സാഖ്യയോഗം. അപ്പൊ സാഖ്യയോഗം എന്ന് പറയാനുള്ള കാര്യം, ഈ സാഖ്യശാസ്ത്രജ്ഞന്റെ ഉപജ്ഞാതാവ് ആരാണ്? കപിലദേവ്. കപിലമുനി. ആരാണ് കപിലമുനി? ദേവഹൂതിയും കർദമമുനിയുടെയും കർദമമുനിയുടെയും ദേവഹൂതിയുടെയും മകനായിട്ട് ഭഗവാൻ കപിലദേവനായിട്ട് അവതരിച്ചിരുന്നു. അപ്പം ഈ സാഖ്യശാസ്ത്രം ആർക്ക് ഉപദേശിച്ചു കൊടുത്താണ്? സ്വന്തം അമ്മയായ ദേവഹൂതിക്ക് കപില മഹർഷി, പരമദിവ്യോത്തമ പുരുഷന്റെ അംശാവതാരമായ കപില മഹർഷി ഉപദേശിച്ചു കൊടുത്തതാണ് ഈ പറയുന്ന സാഖ്യശാസ്ത്രം. സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ രണ്ടെന്ന് പറയും. അതുപോലെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ദ്വന്ദ്വം എന്നും കേട്ടിട്ടുണ്ടല്ലേ? ദ്വന്ദ്വങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ. അതുപോലെ തന്നെ ദ്വിജൻ എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ദ്വിജൻ, രണ്ടാമത്തെ ജന്മം, ബ്രാഹ്മണൻ, അങ്ങനെയൊക്കെ കുറെ വാക്കുകൾ രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടല്ലേ? അപ്പം അത് രണ്ട് പലതാകാം. ഒന്നായ നിന്നെയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിങ്കൽ ബദമിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടു. അപ്പൊ എന്തായിരുന്നു രണ്ട്? ഞാനെന്നും ഈശ്വരനിൽ നിന്നും കണ്ടു. അപ്പൊ ജീവാത്മാവും പരമാത്മാവും, ശരീരവും ആത്മാവും, അതുപോലെ തന്നെ
നമ്മളുടെ സുഖവും ദുഃഖവും അങ്ങനെ ഒരുപാട് ദ്വന്ദ്ങ്ങളുണ്ടല്ലേ. നല്ലതും ചീത്തയും അങ്ങനെ ഒരുപാട് ദ്വന്ദ്ങ്ങളുണ്ട് ഇങ്ങനത്തെ. ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. അപ്പൊ വേറെയും ഒരുപാട് ദുഃഖങ്ങളുണ്ട് അല്ലേ. ഉയർച്ച, താഴ്ച, സുഖം, ദുഃഖം, സന്തോഷം, സന്താപം, ഇങ്ങനത്തെ രാപ്പകൽ. രാവും പകലും ഇതേപോലെയുള്ള ദ്വന്ദ്ങ്ങൾ. ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് രക്ഷ ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടു. അതായത് ഞാൻ ഈ ശരീരമെന്നും ആത്മാവെന്നും ഞാൻ രണ്ടായിട്ട് കണ്ടു അല്ലെ, ഒന്നായിരുന്നു അല്ലെ. പണ്ടേ കണക്ക് എന്തായിരുന്നു? പണ്ടതെല്ലാം നമ്മൾ ഭഗവാന്റെ അടുക്കലായിരുന്നു അല്ലെ. അപ്പൊ പണ്ടേ കണക്ക് വരാന്ന് എന്താണ്? മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് നിൻ കൃപാവലികൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഭഗവാന്റെ കൃപകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ ആചാര്യൻ ഹരിനാമ കീർത്തനത്തിൽ ആദ്യമായിട്ട് തന്നെ എഴുതിയത് അല്ലെ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ. ഇണ്ടൽ എന്ന് പറഞ്ഞാൽ ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉണ്ടായൊരിണ്ടൽ ബലം ഉണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ എന്ന് പറയാം. അപ്പൊ നിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണ്ടേ കണക്കിന് വരാൻ പറ്റുള്ളൂ അല്ലെ. പണ്ട് നമ്മള് ഒരുമിച്ച് ഒരു സ്ഥലത്തായിരുന്നു അല്ലേ. അത് പക്ഷെ അദ്വൈതികളൊക്കെ തന്നെ അത് നമ്മൾ ഒന്നായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മള് കൃഷ്ണാപത്തിലുള്ള ആൾക്കാര് നമ്മള് ഭഗവാന്റെ ശാശ്വത അംശമാണ്, ഗുണത്തിലാണ് ഒന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ആ ആത്മാവിനെ പറ്റി ഉള്ള ഒരു ശാസ്ത്രം, ആത്മാവിന്റെ ശാസ്ത്രം, ആത്മാവ് ആരാണ്, എന്താണ് അതിന്റെ സവിശേഷതകള്, അതിന്റെ സ്വഭാവവിശേഷതകൾ, ക്വാളിറ്റീസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളെ പറ്റിയാണ് ഈ പറയുന്ന രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ഇന്ദ്രിയ നിഗ്രഹണം, ഒരു പണ്ഡിതൻ എങ്ങനെ ആയിരിക്കണം, പിന്നെ ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള പല സബ്ജക്റ്റുകൾ നമ്മൾ കണ്ടു. ഇന്ദ്രിയ നിയന്ത്രണം എങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ 72 ശ്ലോകങ്ങളിലായി ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങള് എവിടെ നിന്നിട്ടാണ് ഭഗവാൻ ഇത് പറഞ്ഞു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2:7 തൊട്ടാണ്. അതുവരെ കൃഷ്ണനും അർജുനനും എന്തായിരുന്നു? അതേ ബന്ധുവായിരുന്നു, സമപ്രായക്കാരായ കാരണം സുഹൃത്തായി. പിന്നെ എന്തായിരുന്നു? കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്നപ്പോൾ തേരാളിയായിരുന്നു അല്ലേ. ഒരു തേരാളിയായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ആ തേരാളിയായിട്ടുള്ള ആ ഭഗവാനോട് എന്ത് ചോദിച്ചു? നീ എൻ്റെ ഗുരുവായി മാറി എനിക്ക് ഉപദേശം തരണമെന്ന് പറഞ്ഞപ്പോൾ മുതലാണ് ഭഗവാൻ ഈ ഉപദേശം തുടങ്ങുന്നത്. ഭഗവാൻ എന്താണ്? ആ ആത്മാവും ശരീരവും തമ്മിലുള്ള ആ ബന്ധവും വ്യത്യാസങ്ങളും ആത്മാവിന്റെ സവിശേഷതകളും ഇതെല്ലാം പറഞ്ഞു തുടങ്ങി. ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അർജുനനായിട്ട് ഉപദേശിച്ചു. അങ്ങനെ എന്താണ്? നമ്മുടെ കർത്തവ്യ നിർവഹണത്തെ പറ്റി ഭഗവാൻ ബോധിപ്പിക്കുന്നു അല്ലെ. അങ്ങനെ ആണ് ഈ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പൊ 72 ശ്ലോകം നീണ്ട അധ്യായമാണ്. അതിനകത്ത് ഒരുപാട് റെപ്പറ്റീറ്റീവ് ആയിട്ടുള്ള, സിമിലർ ആയിട്ടുള്ള അർത്ഥങ്ങളുള്ള പല ശ്ലോകങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നോക്കിയ ഇതിൽ കൂടെ നിങ്ങളൊക്കെ എന്താണ് ഇത്രയും നാളും നോക്കിയത്, സമ്മറി എന്തായിരുന്നു? കാര്യം സമയം ഞാൻ കുറവായിരുന്നു തന്നത്. ഞാൻ പ്രശ്നോത്തരി എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് പെട്ടെന്ന് മാറ്റിയത് കൊണ്ട് ആർക്ക് സമയം കിട്ടി കാണില്ല. അതുകൊണ്ട് എന്തറിയാമെങ്കിലും അത് പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോരുത്തരെയും വിളിക്കാം. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് മനസ്സിലാക്കിയ സമ്മറി ഏതായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ശ്ലോകങ്ങൾ ഇന്നതായിരുന്നു ഇതിൻ്റെ അകത്തെ എന്നൊക്കെയുള്ളത് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്താണോ ഈ രണ്ടാമത്തെ അധ്യായം പഠിച്ചിട്ട് എന്താണ് ഒരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്, ഒരു ചേഞ്ച് ഉണ്ടായോ എന്ന്, അങ്ങനത്തെ എന്തെങ്കിലും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അതായാലും പറയാം. എന്തെങ്കിലും റിയലൈസേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നോ, അതും വേണമെങ്കിൽ പറയാം. ഓപ്പൺ ആണ്. ഒന്നും പറഞ്ഞില്ലെങ്കിലും വെറുതെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാലും മതി, യാതൊരു കുഴപ്പമില്ല. ഹരിബോൾ. ഹരേ കൃഷ്ണ. നമുക്ക് ഓരോരുത്തരെയും വിളിക്കാം. ഞാൻ അംബിക മാതാജി തന്നെ ആദ്യം പറയും. മാതാജി അല്ലേ ഇത് ആദ്യം എനിക്ക് അയച്ചു തന്നത്. അയ്യോ, സാഖ്യയോഗം എന്ന് പറയുന്നത് ഇത് മാതാജി ആ വിശ്വ വീഡിയോ ഒന്ന് ഓണാക്കുവോ? വീഡിയോ ആ
നീ പറഞ്ഞോളൂ. ഉം, നോക്കിയും കൂടെ പറയാൻ പറ്റത്തുള്ളൂ പ്രഭു. പറഞ്ഞോ, എങ്ങനെയായാലും മതി. ആ സാഖ്യയോഗം എന്ന് പറയുന്നത് വിശകലനം ചെയ്ത് പഠിക്കുന്നതാണ് പറയുന്നത്. പിന്നെ ആത്മാവിനെയും ശരീരത്തിനെയും കുറിച്ച് ഉള്ള പഠിത്തമാണ് കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിനകത്ത് 72 ശ്ലോകങ്ങളുണ്ട്. പിന്നെ കർമ്മം, ജ്ഞാനം, ബുദ്ധി. പോയോ? ഇല്ല, പറഞ്ഞോളൂ, കേൾക്കാം. ആ ഭക്തിയോഗ ജ്ഞാനം 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ അർജുനന്റെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഭഗവാനെ ഗുരുവായി സ്വീകരിക്കുന്നു. പിന്നെ 11 മുതൽ 31 വരെ ജ്ഞാനയോഗം, 31 മുതൽ 53 വരെ ബുദ്ധിയോഗം, 54 മുതൽ 72 വരെ സ്ഥിതപ്രജ്ഞ. ഭഗവാൻ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളുണ്ട്. ഭഗവാൻ പറയുന്നു, ഭൗതികമായതാണ് കണ്ണുനീരും വിലാപവും ഒക്കെ. ആത്മസാക്ഷാത്കാരമാണ്, ആത്മാവിനോടുള്ള അനുകമ്പയാണ് വേണ്ടത്. എവിടുന്ന് കിട്ടി ഈ മാലിന്യം എന്നുള്ളതിൽ ഭഗവാൻ ചോദിക്കുന്നു. നീ ക്ഷത്രിയനാണ്, നീ ക്ഷത്രിയൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ അത് പാപമാണ്. പിന്നെ യുദ്ധത്തിൽ മരിച്ചാലും നിനക്ക് വീരസ്വർഗം കിട്ടും. നീ യുദ്ധത്തിൽ തോറ്റുപോയി കഴിഞ്ഞാൽ നിനക്ക് തോറ്റുപോയാൽ നിനക്ക് വീരസ്വർഗം കിട്ടും, ജയിച്ചാൽ നിനക്ക് സാമ്രാജ്യം കിട്ടും, നിനക്ക് ചക്രവർത്തി രാജാവായിട്ട് ഭരിക്കുകയും ചെയ്യാം. അപ്പൊ രണ്ടായാലും നിനക്ക് നല്ലതാണ്. നിന്റെ സൽകീർത്തിയും നിലനിൽക്കും, അല്ലെങ്കിൽ നിനക്ക് ദുഷ്കീർത്തിയാകും. നിനക്ക് എവിടുന്നാണ്? നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ ധർമ്മം, അവനവന്റെ സ്വധർമ്മം നടത്തുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം. അത് നീ ചെയ്യണം എന്നെല്ലാം പറയുന്നു. നീ പറയണോ പ്രഭു? മതിയോ? രണ്ട് പോയിട്ട് പറഞ്ഞോ. അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ ഏതൊക്കെയായിരുന്നു? എല്ലാം മിക്കതും ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ അർജുന, നിന്റെ ഹൃദയ ദൗർബല്യത്തെ കളഞ്ഞിട്ട് എഴുന്നേറ്റ് യുദ്ധം ചെയ്യുക. ക്ഷത്രിയൻ എങ്ങനെ ഭീരുത്വം വന്നു? ഇതൊക്കെ നിന്റെ ഹൃദയ ദൗർബല്യം കൊണ്ടാണ് ഉണ്ടായത് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഗുരുജനങ്ങളോട് അർജുനൻ പറയുന്നു, എനിക്ക് ദ്രോണരെയും ഭീഷ്മരെയും ഒന്നും വധിക്കാൻ സാധിക്കുകയില്ല. ഗുരുജനങ്ങളോട് വാക്കുതർക്കം പാടില്ല. ഭൗതിക ജ്ഞാനമല്ല, ആത്മീയ ജ്ഞാനമാണ് വേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന അസുരനെയാണ് കൊല്ലേണ്ടത് എന്ന് പറയുന്നു. പിന്നെ എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് ദുരിത ജീവിതം മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷ യാചിക്കുന്നതാണെന്ന് അർജുനൻ പറയുന്നു. അപ്പോൾ പറയുന്ന, അവരൊക്കെ നേരത്തെ കൊല്ലപ്പെട്ടതാണ്, ഇപ്പോഴല്ല അവര് ഇങ്ങനെ നിൽക്കുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നീ അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയുന്നു. പിന്നെ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്തവർക്ക് വിജ്ഞാന മേഖലയിലേക്ക് ഉയരാനാവില്ല. ഭക്തിയില്ലാതെ ആർക്കും മുക്തി നേടാനും കഴിയില്ല. ഞാൻ അവരെ കീഴ്പ്പെടുത്തണോ അതോ കീഴടങ്ങണമോ എന്ന് പിന്നെയും ചോദിക്കുന്നു അർജുനൻ. പോരെ? എല്ലാവരും ഉണ്ടല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി സുജന മാതാജി എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. മാതാജിയെ ഭഗവാന്റെ ഉപദേശം എല്ലാം കൊണ്ട് ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു. അർജുനൻ മാറുന്നു. അർജുനന് മനോനിയന്ത്രണം വന്നിട്ട് അർജുനൻ ഇതിലോട്ട് വരുന്നു. അതെല്ലാം ഉണ്ട്. അങ്ങനെ മാറുന്നു തൽക്കാലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് കൂടുതലൊന്നും അറിയില്ല, ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ള പ്രഭു. അപ്പൊ ഇതില് നമ്മള് 1-ാം അധ്യായത്തിൽ അർജുനൻ അവിടെ വെച്ചിട്ടല്ലേ നിർത്തിയത്? തന്റെ ഗാന്ധീവം രഥത്തിൽ വെച്ചിട്ട് അർജുനൻ ഞാൻ യുദ്ധം ചെയ്യില്ല പറഞ്ഞ് അവിടെ നിന്നു. അപ്പൊ ഭഗവാൻ അതിന് ഇതായിട്ട് അർജുനനെ ഉപദേശിച്ചിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് അർജുനന്റെ അവസ്ഥയെ കണ്ട് ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പൊ 1-ാമത്തെയും 2-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഇങ്ങനെ അശ്രുക്കൾ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഭഗവാൻ പറയുക, നിനക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരു അജ്ഞാനം? നിനക്ക് എവിടുന്നാണ് വന്നു ചേർന്നത്? നീ ഇങ്ങനെ ആണത്വമില്ലാതെ പെരുമാറാൻ പാടില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ അർജുനൻ പിന്നെ അതിലെ 4-5 ശ്ലോകങ്ങളിലൊക്കെ പറയാ, മധുസൂദന, ഞാന് ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ അങ്ങനെയുള്ളവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? അവരെ പോലുള്ള എതിരെ ഞാൻ എങ്ങനെ അസ്ത്രം
ചെയ്യും, അതിനേക്കാട്ടിലും നല്ലത് ഞാൻ ഭിക്ഷയാചിച്ച് ജീവിക്കുകയല്ലേ എന്ന് അർജുനൻ ഭഗവാനോട് ഇങ്ങനെ സമർപ്പിച്ച് നിൽക്കുക. അപ്പൊ എനിക്ക് അവരെ ജയിക്കുന്നതോ തോൽക്കുന്നതോ എന്താ നല്ലതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതില് ഭഗവാന്റെ 7ാമത്തെ ശ്ലോകില് ഭഗവാനെ അത്രയും ദിവസം ഭഗവാനെ സഖയായിട്ട് കണ്ട ആളെ ഭഗവാനെ അന്ന് അപ്പൊ ഗുരുവായിട്ട് അർജുനൻ എടുക്കുകയാണ്. 7ാമത്തെ ശ്ലോകം ഇതാണ് അല്ലേ? കാർപ്പണ്യദോ സ്വഭാവ പശ്യാമി ത്വാം ധർമ്മ സമ്മൂഢചേത ശ്രേയസാനിശ്ചിതം ബ്രൂഹി ശിഷ്യസ്തേഹം ശാന്തിമാം ത്വാം പ്രപന്ന. അപ്പൊ ആ തന്റെ സഖയായിട്ടുള്ള ഭഗവാനെ അർജുനൻ അപ്പൊ തൊട്ടിട്ട് ഞാൻ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട അതാണ്. അപ്പൊ ഭഗവാന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞിട്ട് ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങ് എന്റെ ഗുരുവും, എനിക്ക് എന്താണ് വേണ്ടതെന്ന് അങ്ങ് ദയവായി ഉപദേശിച്ചു തന്നാലും എന്ന് പറയാണ്. അപ്പൊ ആ ഒരു ചങ്ങാതിമാരെ ഒരാള് ഗുരുവും ഒരാള് ശിഷ്യനും ആകുന്നു പറയാ. പിന്നെയും അർജുനൻ പറയണ ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പിന്നെയും പറയാ. അപ്പൊ സഞ്ജയനും അവിടെ പറയുന്നുണ്ട്. സഞ്ജയൻ പറയാ അർജുനന്റെ ഈ അവസ്ഥകൾ കണ്ട് ഭഗവാൻ അർജുനനോട് പറയുന്നു എന്താണ് 1-10 ഭഗവാൻ പറയുന്നു അർജുനന്റെ ഈ പരിതാപമായ അവസ്ഥയെ ദൂരീകരിക്കാൻ ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. 11-30 ഭഗവാൻ പറഞ്ഞു തുടങ്ങുകയാണ്. അവിടെ സാഖ്യയോഗം അവിടെ തുടങ്ങുന്നു. അപ്പൊ ഭഗവാൻ പറയാ നീ ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ആവശ്യമില്ലാത്തതിനെ കുറിച്ച് നീ ദുഃഖിക്കുന്നു. നിനക്ക് ശരീരം എന്താണ്, ആത്മാവ് എന്താണെന്ന് നിനക്ക് അറിയോ? എന്നിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നു. നമ്മള് എല്ലാവരും ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഇല്ലാതാവുകയും ചെയ്യുന്നില്ല. നമ്മുടെ ശരീരം മാത്രമാണ് മാറുന്നത്. ഒരു ശരീരം എടുത്താൽ അത് പലവിധ പല വ്യത്യാസങ്ങൾക്കും വരുന്നു. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന അവസ്ഥ ആ ശരീരത്തിന് വരുന്നു. മരണശേഷം ആ ആത്മാവ് വേറൊരു ശരീരം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഭീഷ്മർക്കും ദ്രോണർക്കും എല്ലാം പുതിയ ശരീരം കിട്ടും. അവർക്ക് നമ്മൾ ഒരു ഇത് കൊടുക്കുകയാണ്, ഈ ശരീരത്തിൽ നിന്ന് ഒരു മോക്ഷം കൊടുത്തിട്ട് പുതിയൊരു ശരീരം കൊടുക്കുകയാണ്. അതുപോലെ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാകുന്നു, അത് സഹിക്കാൻ നീ പഠിക്കണം. അങ്ങനെയെല്ലാം അറിഞ്ഞവരാണ് പണ്ഡിതർ. പിന്നെ ആത്മാവിനെ പറ്റി പറയണു. ആത്മാവ് എന്താണ്? ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്താണ് ആത്മാവ്. അതിന് നാശമില്ല. ആ ആത്മാവ് പോയ ആ ശരീരത്തിന് ഒരു ഇതുമില്ല. ജീവാത്മാവ് കൊല്ലപ്പെടുകയോ അതിനെ ആർക്കും കൊല്ലപ്പെടാനോ അതിനാർക്കും മുറിക്കാനോ അതിന് ജന്മമരണം ഒന്നുമില്ല. ഒരു പഴകിയ ഉടുപ്പ് മാറി ഒരു പുതിയത് അണിയുന്നത് പോലെയാണ് ആ ജീർണിച്ച ആ ഉടുപ്പ് മാറി പുതിയത് സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനെ ആയുധങ്ങൾ കൊണ്ട് കൊല്ലാനോ അഗ്നി, വെള്ളം, കാറ്റ്, തീ ഒന്നിനെയും കൊണ്ട് നശിപ്പിക്കാനോ മുറിക്കാനോ ദഹിപ്പിക്കാനോ അത് അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനും എല്ലാമാണ് ആത്മാവ് എന്ന് പറയാം. പിന്നെ ശ്ലോകം 26 തൊട്ടിട്ട് പറയണു, ശരി ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ആണെന്ന് എന്റെ വിശ്വാസം എങ്കിൽ നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ നമ്മൾ മരിക്കണം. നമ്മുടെ ശരീരം നമ്മുടെ കർമ്മത്തിനനുസരണമായി അടുത്ത ശരീരം ലഭിക്കുന്നു. ജീവിച്ചതോ മരിച്ചതോ ആയ വ്യക്തികളെ കുറിച്ച് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ആത്മാവിന് നാശമില്ലാത്തതാണ് നീ മനസ്സിലാക്കണം എന്നാണ് പറയാ. പിന്നെ അടുത്തത് പിന്നെ കർമ്മകാണ്ഡമാണ് വരുന്നത് തോന്നുന്നു. 31-38 കർമ്മകാണ്ഡത്തിൽ വരുന്നു. അപ്പൊ അർജുനന്റെ ഉത്തരമായിട്ട് അപ്പൊ പിന്നെയും പറയാ ഇവരെല്ലാം മരിച്ചിട്ട് എനിക്ക് രാജ്യം കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പൊ ഭഗവാൻ പിന്നെ കർമ്മത്തിനെ കുറിച്ച് പറയാ. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിന്റെ ഡ്യൂട്ടി എന്താണ്? യുദ്ധം ചെയ്യുക. ആ യുദ്ധം ചെയ്ത് നീ തോറ്റാൽ പോലും നിനക്ക് സാരമില്ല. നീ തോറ്റാൽ വീരമൃത്യു പ്രാപിച്ചാലും നിനക്ക് സ്വർഗം കിട്ടും. അല്ലെങ്കിൽ നീ ജയിച്ചിട്ടാണെങ്കിൽ നിനക്ക് നിന്റെ രാജ്യം, നിന്റെ ഒരു മഹാരാജാവിന്റെ ഒരു ഇത് കിട്ടും. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യാതിരിക്കുമ്പോഴാണ് നിന്നെ തീർച്ചയായിട്ടും ജനങ്ങൾ പഴിക്കുക. അതുകൊണ്ട് നീ ഭയം കൂടാതെ നീ യുദ്ധം ചെയ്യണം. നീ കഴിവില്ലാത്തവനാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല. നീ ജയിച്ച് സാമ്രാജ്യം നേടൂ, അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകൂ എന്നാണ് ഭഗവാൻ അവിടെയും പറയാ. പിന്നെ ബുദ്ധിയോഗമാണ് തോന്നുന്നത് അടുത്തത്. അപ്പൊ കർമ്മം പറഞ്ഞ നമ്മള് ആ ഒരു എപ്പോഴും തൊട്ടിട്ട് ആ ഒരു ശ്ലോകം ഇത് കേൾക്കില്ലേ? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന
മാ കർമ്മ ഫല ഹേതുർഭോ മാ തേ സങ്കോസ്ത കർമ്മ. നമ്മൾ നീ കർമ്മം ചെയ്യൂ, ഫലം നോക്കരുത്. ഫലാസക്തി ഇല്ലാതെ നീ കർമ്മം ചെയ്യൂ. അകർമ്മം, വികർമ്മം, കർമ്മം എന്ന് പറഞ്ഞിട്ട് 3 ഇത് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും അകർമ്മം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഒരു ഫലേച്ഛ കൂടാതെയുള്ള കർമ്മം ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്താൽ നമ്മള് നിശ്ചയദാർഢ്യത്തോടെ നിന്റെ ഇച്ഛയ്ക്കായി കർമ്മം ചെയ്യൂ. ഈ പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളെ നീ അതിക്രമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ. പിന്നെ അവിടെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല പ്രഭു. പിന്നെ നമ്മുടെ ഇതൊക്കെയല്ലേ ഇന്ദ്രിയ നിയന്ത്രണം, ഇതൊക്കെ കുറെ ലാസ്റ്റ് എടുത്തത്. സോറി, ഇത്രയും നോക്കാൻ പറ്റിയുള്ളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജി ഒരു കുറച്ച് ഡീറ്റെയിൽഡൊക്കെ പറഞ്ഞു. അത്രയും നോക്കി എഴുതിയല്ലോ, അതിന് താങ്ക്സ്. പിന്നെ അടുത്തത് ഇനി ആരാണ്? ശാന്തകുമാരി മാതാജി ചെയ്തിട്ടുണ്ടായിരുന്നോ? പ്രഭു, ഞാനൊന്നും എഴുതിയില്ലായിരുന്നു. എന്നാലും എനിക്ക് അറിയാവുന്നതൊക്കെ, എനിക്ക് മനസ്സിലാക്കിയതൊക്കെ ഞാൻ ഒന്ന് പറയാം ആ എന്ന് മാത്രമേ ഉള്ളൂ. കൃഷ്ണ പ്രഭു, ഭഗവാൻ അർജുനൻ ഈ യുദ്ധക്കളത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അർജുനന്റെ ഭാവങ്ങളെല്ലാം മാറി. അർജുനൻ തളർന്നു, താഴെ വീണു. ആ അർജുനനെ ഭഗവാൻ ഏതെല്ലാം തരത്തിൽ ധർമ്മങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ ഉത്ബോധിപ്പിച്ചു കൊണ്ടുവന്നതുപോലെ തന്നെ ഭഗവത്ഗീത നമുക്ക് ഓരോ കഥകളിൽ കൂടി, ജയേഷ് പ്രഭുവിനും അതിന് വലിയ പങ്കുണ്ട്. കാരണം വെച്ചാൽ കഥകളിൽ കൂടെ മനുഷ്യർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെങ്കിൽ മാത്രമേ ഭഗവാൻ നമുക്ക് ഭഗവാനാണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാം അറിയാം. പക്ഷെങ്കിൽ ഭഗവാൻ എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് നമ്മുടെ മനസ്സിനകത്ത് കയറണമെങ്കിൽ ഓരോരോ കഥകളിൽ കൂടി മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തതുപോലെ അർജുനനോട് പറയുവാണ്, നീ യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും വരാനുള്ളത് വന്നിരിക്കും. നീ യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവര് മരിക്കേണ്ടതാണെങ്കിൽ അവര് മരിക്കും, നീയും മരിക്കും. പക്ഷെങ്കിൽ നിന്റെ കർമ്മം നീ ചെയ്തു വേണം നീ പിന്നെ ജയം നേടാനായിട്ട്. അങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങളും അർജുനനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി യുദ്ധം ചെയ്യുന്ന, അത് അവരവരുടെ കർമ്മം ചെയ്യണം എന്ന് ഭഗവാൻ നമുക്കും നമ്മളോടും പറഞ്ഞു തരുവാണ്. നമ്മൾ കർമ്മം ചെയ്യുന്നതോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ ജീവിത വിജയത്തിനുള്ള കർമ്മം മാത്രമാണ്. പക്ഷെ അതല്ല, ഭഗവാനെ സ്നേഹിക്കാനും ഭഗവാനെ അറിയാനും ഭഗവാന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി തരാനും കൂടി ഭഗവത്ഗീത നമുക്ക് ഉപകരിക്കും. ജയേഷ് പ്രഭു അതിന് ഒരുപാട് ഞങ്ങൾക്ക് താങ്ക്സ് ഉണ്ട്, ഒരുപാടുണ്ട് അത് പറഞ്ഞു തന്നതിന്. ഞാൻ കുറെ നാളായി ഞാൻ ഭാഗവതം വായിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ ഭഗവത്ഗീത കൂടുതൽ കൈകാര്യം ചെയ്ത് ഇപ്പോഴാണ് അതിന്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഭഗവാനോട് കുറെ കൂടെ ഒക്കെ അടുത്തു എന്ന് എനിക്കൊരു തോന്നലുണ്ട്. എൻ്റെ മനസ്സിനകത്ത് എനിക്ക് അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ഭഗവാന്റെ കഥകൾ ഇത്രയും കൂടുതലായിട്ട് അറിയാൻ സാധിച്ചല്ലോ എന്നൊരു വളരെ ഒരു സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. കൃഷ്ണ മാതാജി. മാതാജി ഇത്രയും പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. തെറ്റുകളൊന്നുമില്ല. പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ശകലം തിരുത്തേണ്ടതായിട്ടുള്ളൂ. ഞാനല്ല, ആചാര്യന്മാരാണ് മാതാജിക്ക് പറഞ്ഞു തന്നത്. ഞാൻ അവരുടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് അവർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അത് മാത്രമേ ഒരു അത് തിരുത്തുള്ളൂ. ഞങ്ങളുടെ ആചാര്യം ജയേഷ് പ്രഭുവാണ്, ഞങ്ങളുടെ ആചാര്യം ജയേഷ് പ്രഭുവാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രഭുവിന്റെ പേര് പറഞ്ഞത്. അതിനകത്ത് ഭഗവാൻ, തെറ്റുണ്ടെന്നും ഈ ഇല്ല. മാതാജി എന്നെ ഞങ്ങൾക്ക് പറഞ്ഞു വിട്ടുപോകില്ല. കൃഷ്ണ, അങ്ങനെയൊന്നും പറയരുത്. ഞാനൊരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ അതായത് ചെയ്യുന്നതേ പറയുന്നതേ എന്താണ് പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനത്തെ ആൾക്കാരാണ് ആചാര്യൻ. അപ്പം ഞാൻ എവിടെ കിടക്കുന്നു, ആചാര്യന്മാർ എവിടെ കിടക്കുന്നു, ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളത് എങ്ങനെ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അതനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം മാതാജി പറഞ്ഞതിലും. മാതാജിയുടെ സേവയ്ക്കിടയിലൊക്കെ സമയം കണ്ടെത്തി ഇത്തിരി മനസ്സിലാക്കിയല്ലോ, നല്ല കാര്യം. ഭാഗവതം വായിക്കുന്ന മാതാജിയാണ്. താങ്ക് യു മാതാജി. പ്രഭു
ഞങ്ങൾക്ക് അമ്പലത്തിലാ ജോലി. മാലകെട്ടും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. എന്നാലും എനിക്ക് ഭഗവാന്റെ കാര്യത്തിന് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്. അതിനോട് കൂടുതൽ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ഹരി ഓം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ അടുത്തത് പത്മ മാതാജി. ഹരേ കൃഷ്ണ. എനിക്ക് അങ്ങനൊന്നും പറയാൻ അറിയത്തില്ല പ്രഭു. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗം തോന്നിയത് വായിക്കാം. അജ്ഞാനത്തിന് അടിമപ്പെട്ട് പരിഭ്രാന്തരാകുന്ന ജീവാത്മാക്കൾക്ക് വേണ്ടി ഭഗവാൻ നൽകുന്ന ഉപദേശമാണിത്. പൂജ്യനും പൂജകനും തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പരമപുരുഷനും തദംശങ്ങളായ ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന ബോധമുദിക്കുകയും ചെയ്യുമ്പോൾ അജ്ഞത ശമിക്കുന്നു. തന്നെക്കുറിച്ച് നിർകൃഷ്ടമായി പഠിക്കുന്ന ആൾ തനിക്കും സർവേശ്വരനായ കൃഷ്ണനും തമ്മിലുള്ള ബന്ധം പൂർണ്ണത്തിനും അംശത്തിനുമുള്ള അന്യോന്യ ബന്ധമാണെന്ന് അറിയുമ്പോൾ ഭഗവാന്റെ പരമോന്നതാവസ്ഥ മനസ്സിലാക്കുന്നു. വേദാന്ത ശാസ്ത്രങ്ങളിലും ഭാഗവതത്തിലും പരമപുരുഷനെ എല്ലാ പ്രാദുർഭാവങ്ങളുടെയും ഉറവിടമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രാദുർഭാവങ്ങൾ ഉത്തമ അധമ പ്രകൃതികളായാണ് അനുഭവപ്പെടുന്നത്. ജീവാത്മാക്കൾ ഉത്തമ പ്രകൃതിയുടേതാണെന്ന് 7-ാം അധ്യായം വ്യക്തമാക്കുന്നുണ്ട്. ശക്തിയും ശക്തിമാനും തമ്മിൽ അന്തരമില്ല. എങ്കിലും ശക്തിമാൻ ഉത്കൃഷ്ടനെന്നും ശക്തി അഥവാ പ്രകൃതി വിധേയെന്നും പറയപ്പെടുന്നു. അങ്ങനെ ജീവാത്മാക്കളെല്ലാം യജമാനന് സേവകരെന്ന പോലെ ഗുരുവിന് ശിഷ്യരെന്ന പോലെ അജ്ഞാനത്തിന്റെ സ്വാധീന വലയത്തിലായിരിക്കുമ്പോൾ ഈ വ്യക്തമായ ജ്ഞാനം ലഭിക്കുക സാധ്യമല്ല. ജീവാത്മാക്കളുടെ അജ്ഞാനം ദൂരീകരിക്കാനും അവരെ എല്ലായ്പ്പോഴും ഉത്ഭുതരാക്കാനും ആയിക്കൊണ്ട് സർവേശ്വരൻ ഭഗവത്ഗീത ഉപദേശിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. അപ്പോൾ ഒരു പർട്ടിക്കുലർ ശ്ലോകം മാതാജിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പറഞ്ഞു. ഹരി ഓം. അങ്ങനെ തോന്നി. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. അപ്പോ ഞാൻ അറിഞ്ഞു ഒന്നും നോക്കിയിട്ടില്ല. എനിക്ക് സമയമില്ലായിരുന്നല്ലോ. ഭയങ്കര തിരക്കാ. ഓക്കെ. മാതാജിക്ക് ഏതെങ്കിലും ശ്ലോകമോ ഒന്നും നോക്കിയിട്ടില്ലേ? ശരി. ഒന്നും നോക്കി പ്രഭു. ഞാൻ 2 ആഴ്ചയായി പുസ്തകവും ക്ലാസ്സും ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല പ്രഭു. ഞാൻ ഒന്നും. ഓക്കെ മാതാജി, കുഴപ്പമില്ല. ഹരി ബോൾ. ലൈല മാതാജി. എനിക്ക് പറയാറുണ്ടെങ്കിലും ഞാൻ ഒരു ശ്ലോകം വായിക്കാൻ പറഞ്ഞു. ആ ഏഷാ ബ്രാഹ്മേ സ്ഥിതി പാർത്ഥ നയനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ ശ്യാമന്തകാലേപി ബ്രഹ്മനിർവാണം ഋച്ഛതി. ഏതൊന്നിലെത്തിയാൽ മനുഷ്യന് വിഭ്രാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവീകവുമായ പദമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവദ്ധാമത്തിലെത്തും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അടുത്തത് സുജന മാതാജി തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ സബിത മാതാജി? ഞാൻ പറയാം. എന്നാ പറഞ്ഞു സുജന മാതാജി പറഞ്ഞു. നേരത്തെ വിളിച്ചായിരുന്നു, അപ്പൊ മാതാജി കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പറഞ്ഞോളൂ. ഭഗവാൻ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത വചനങ്ങൾ ഭഗവത്ഗീത ഏവർക്കും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ളതാണ്. ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും കേൾക്കാൻ ഒരേ വിധം അർഹതയുണ്ട്. ജനനം, വാർദ്ധക്യം, രോഗം, മരണം എന്നിങ്ങനെ ഭൗതിക ജീവിത സംബന്ധികളായ പ്രശ്നങ്ങളൊന്നും ധനാർജനെ കൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ട് പരിഹരിക്കാവുന്നതല്ല. എല്ലാം ഭഗവാൻ വിചാരിച്ചാല് അതിന്റെ കൃത്യമായ ഓരോ കാര്യത്തിനും അതിന് നമുക്ക് പരിഹാരം കാണാൻ പറ്റുകയാണ്. കൃഷ്ണനിലുള്ള അജനയാണ് കൃഷ്ണൻ എന്ന വ്യക്തിയെയല്ല ശരണം പ്രാപിക്കേണ്ടതെന്ന് മൂഢതയെ ഭൗതിക പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. അതിൽ നമ്മൾ എല്ലാവരും തൃപ്തരായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി, താങ്ക് യു. അടുത്ത ഹരേ കൃഷ്ണ ഗീതാ മാതാജി.
ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഞാൻ ഇവിടുന്ന് പോയ പിന്നെ വാട്സപ്പ് നോക്കിയില്ല, കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പിന്നെ ഞാൻ ഇന്ന് പരീക്ഷയാണെന്ന് വിചാരിച്ചൊക്കെയാണ് കയറിയത്. ഇത് സംഗ്രഹം പറയണമെന്നൊന്നും ഇപ്പോഴേ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ശ്ലോകങ്ങൾ ഞാൻ പറയാം. രണ്ടാം അധ്യായം ഭഗവത്ഗീത രൂപത്തിന്റെ രണ്ടാം അധ്യായമായ ഗീതാ വിഷയ സംഗ്രഹം ഭഗവത്ഗീതയുടെ തന്നെ ഒരു സംഗ്രഹമാണ്. ഇതില് ആത്മാവ്, ശരീരം, ആത്മാവുമായുള്ള ബന്ധം, ആത്മാവിന്റെ നിലനിൽപ്പ്, ശരീരത്തിന്റെ നാശം, കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം, ആരാണ് സ്ഥിതപ്രജ്ഞൻ, ധീരൻ ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒരു ചെറിയ, അതായത് മറ്റു അധ്യായങ്ങളിലെ എല്ലാ പ്രതിപാദ്യങ്ങളെ കുറിച്ചും ഒരു സംഗ്രഹം രണ്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. അത് ശ്രീല പ്രഭുപാദർ നന്നായിട്ട് തന്നെ ഇതിൽ വിവരിച്ചിട്ടുണ്ട്. മറ്റ് ഭഗവത്ഗീതയെക്കാട്ടിലും നമ്മുടെ ഭഗവത്ഗീത യഥാരൂപം വളരെ വിശദമായി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലഭിച്ച ഒരു പുണ്യമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇതിലെ 14-ാമത്തെ ശ്ലോകം, മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമാ വായിനോ നിത്യ സ്ഥാം സ്ഥിതീഷ സ്വഭാരത. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെ അത്രേ. ഇന്ദ്രിയ അനുഭൂതികളിൽ നിന്ന് അവയുണ്ട് ഭാരത. അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. അതിന്റെ ഭാവാർത്ഥം കൂടെയാണ്. തന്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകുന്ന ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും സഹിക്കാൻ ഒരാൾ പഠിക്കണം. കൊടും തണുപ്പുള്ള മാഘമാസത്തിലും പ്രാതസ്നാനം ചെയ്യണമെന്നാണ് വൈദിക നിയമം. വലിയ തണുപ്പുള്ള കാലമാണത്. എങ്കിലും മതപ്രമാണങ്ങളിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഒരു വ്യക്തി പ്രാതസ്നാനത്തിന് വിസമ്മതിക്കുന്നില്ല. വേനൽ ചൂട് ഏറ്റവും അസഹ്യമായ മെയ് ജൂൺ മാസങ്ങളിലും കുടുംബിനികൾ അടുക്കളപ്പണി നടത്തുന്നു. കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന അസൗകര്യങ്ങളെ വകവയ്ക്കാതെ ഓരോരുത്തരും സ്വന്തം കടമ നിറവേറ്റതുണ്ട്. അതുപോലെ യുദ്ധം ചെയ്യുക എന്നത് ക്ഷത്രിയമ. നമ്മൾ നമ്മുടെ ധർമ്മം കാലാവസ്ഥയോ അല്ലെങ്കിൽ മറ്റ് പ്രതികൂല സാഹചര്യങ്ങളോ നോക്കാതെ അതിനെ തരണം ചെയ്ത് നമ്മൾ നമ്മളുടെ സ്വന്തം കർമ്മം നിറവേറ്റണം. പിന്നെ 16-ാമത്തെ ശ്ലോകം ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ അങ്ങനെ പറയുന്നോണ്ട്? ഇല്ല, അതിന്റെ ഇത് മാത്രം പറഞ്ഞാൽ മതി, എസൻസ് മാത്രം പറഞ്ഞാൽ മതി. നാസതോ വിദ്യതേ ഭാവോ നഭാവോ വിദ്യതേ സദാ ഉഭയോരവി ദൃഷ്ടാന്ത സ്വനയോസ്തസ്ത്വദർശിഭി. ഇല്ലാത്തതായ ഒന്ന് ഭൗതിക ശരീരം നിലനിൽപ്പില്ല. സനാതനമായതിന് ആത്മാവിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. പിന്നെ 22-ാമത്തെ, വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാനി നവാനി ദേഹി. പഴയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. അണുമാത്രമായ ജീവാത്മാവിന് മറ്റൊരു ശരീരത്തിലേക്കുള്ള മാറ്റം സാധ്യമാകുന്നത് പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ കാരുണ്യം. വൃക്ഷത്തിലിരുന്ന ജീവൻ നന്നേ ക്ലേശിക്കുന്നു. ശരീരമാകുന്ന വൃക്ഷത്തിലിരുന്ന ജീവൻ നന്നേ ക്ലേശിക്കുന്നു. അർജുനൻ കൃഷ്ണനെ ആത്മീയാചാര്യനായി സ്വീകരിച്ച് സ്വയം സമർപ്പിച്ചതുപോലെ മറ്റേ പക്ഷിയെ പരമോന്നതനായ ആത്മീയ ഗുരുവായി സ്വയം വരിക്കുന്ന പക്ഷം ആ കിളിക്ക് ശ്ലോകങ്ങളിൽ നിന്നും ക്ഷണേന മോചനം നേടാം. അതുപോലെ തന്നെ രണ്ട് വൃക്ഷത്തിലിരിക്കുന്ന രണ്ട് കിളികളെ, മുകളിലും താഴെ ഇരിക്കുന്ന കിളികളെ, താഴെ ഇരിക്കുന്ന കിളി മുകളിലോട്ട് നോക്കിയിരിക്കുന്നു, മുകളിലിരിക്കുന്ന കിളി താഴത്തെ കിളിയെ നോക്കിയിരിക്കുന്നു. അപ്പം അത് ആണ് നമ്മുടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തിനൊരു ഉദാഹരണമാണ്. ചെറിയ വ്യത്യാസമുണ്ട് മാതാജി. താഴെ ഇരിക്കുന്ന കിളി ചുറ്റോട് ചുറ്റുള്ള വൃക്ഷങ്ങളിൽ പരതിക്കൊണ്ടിരിക്കുക, അത് ഭൗതിക ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട്. താഴെ ഇരിക്കുന്ന കിളിയായ നമ്മളായ ജീവാത്മാക്കൾ ഒരിക്കലെങ്കിലും മുകളിലിരിക്കുന്ന എല്ലാവരുടെയും സുഹൃത്തും അഭ്യുതകാംക്ഷയുമായിട്ടുള്ള എപ്പോഴും നിരീക്ഷകനുമായിട്ടുള്ള ആ പരമാത്മാവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്താണ് ആ യോഗ സംഭവിക്കുന്നു, അല്ലെങ്കിൽ പരമാത്മാവിൽ ചേരുന്നു, അല്ലെങ്കിൽ മോക്ഷം സംഭവിക്കുന്നു. അപ്പൊ അത് ഉണ്ടാകുന്നില്ല. നമ്മൾ എന്താണ് ചുറ്റോട് ചുറ്റുള്ള മരങ്ങളിൽ പരതിക്കൊണ്ടിരിക്കുകയാണ്.
ഉള്ള മരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങള് എവിടെ ചെന്നാൽ കൂടുതൽ കിട്ടും എന്നുള്ള അതിന് പരതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ഹൃദയത്തിലിരിക്കുന്ന ആ പരമാത്മാവിനെ നമ്മൾ അറിയാതെ നമ്മൾ മറ്റു പലയിടത്ത് സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ പരമാത്മാവിനെ നോക്കി കാണുമ്പോൾ ഏതാണ് യഥാർത്ഥത്തിൽ ഉള്ള ആനന്ദം അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ യോഗം അനുഭവപ്പെടുന്നത് അനുഭവപ്പെടുന്നു. സ്വന്തം 10 ഹൃദയം. കിട്ടുമെങ്കിൽ 100 മതി, ശതമാകിൽ സഹസ്രം മതിയെന്നും അതെ. എന്നുള്ള. ഉം. പിന്നെ 23-ാമത്തെ നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ജൈനം ക്ലേദേന്ത്യവ ന ശോഷേതി മാരുതഃ. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയുന്നില്ല. തീക്കട്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീപ്പൊരികൾ തീക്ക് വെളിയിൽ പോകുമ്പോൾ അണഞ്ഞു പോകുന്നത് പോലെ ഭഗവാന്റെ സത്സംഗത്തിൽ നിന്ന് വിട്ടുപോകുന്ന ജീവാത്മാക്കൾ മായാശക്തിക്ക് അടിമപ്പെടുന്നു. മനസ്സിലായി. ആ ഒരു നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ആ, ഒരു കനലിലാകുമ്പോഴത്തേക്കും ആ തീപ്പൊരിക്ക് എന്തുമാത്രം ശക്തിയാണ് അല്ലേ? ആ ഒരു തീപ്പൊരി അതെ, ആ ഒരു തീപ്പന്തത്തിൽ നിന്ന് മാറി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നിഷ്പ്രയാസം ചാരായി മാറും എന്ന് പറഞ്ഞാൽ സത്സംഗത്തിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പവർ ഉള്ളൂ, എനർജി ഉള്ളൂ, ചാർജിങ് ഉള്ളൂ. അല്ലെങ്കിൽ ചാർജ് ചെയ്യാത്ത ബാറ്ററിയുടെ ഉള്ളു. സംഭവം എന്താണ്? അത് ഡെഡായി പോകും. അവിടെ എന്തിനേലും കൊള്ളുവോ? ഇല്ല. അതേപോലത്തെ ഒന്നും അവസ്ഥയാണ് സത്സംഗത്തിൽ നിന്ന് പുറത്തു പോയ ആൾക്കാരുടെ അവസ്ഥ. ഉം. ദേഹി നിത്യമവാധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാൻ സർവാണി ഭൂതാനി ന ത്വം ശോചിതും അർഹതി. ഹേ ഭാരത, ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ആത്മാവ് നാശരഹിതനും ശരീരം നശ്വരവുമാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവന്റെ ലക്ഷണങ്ങൾ ആവിർഭവിക്കുകയെന്നോ ആണെന്നോ പറയുന്നതല്ല ശരി. ആത്മാവിന് ശാശ്വതത്വമുണ്ടെന്നിരിക്കലും ഹിംസ ആശാസ്യമല്ല. എങ്കിലും ഒരു യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ അതിനെ അപലപിക്കാനും വയ്യ. ദൈവഹിതമനുസരിച്ച് ആ ആവശ്യം സാധൂകരിക്കപ്പെടണം. എന്നാൽ അത് തന്നിഷ്ടപ്രകാരമാകരുത്. കർമ്മങ്ങളൊന്നും തന്നിഷ്ടപ്രകാരമാകരുത്. ദൈവഹിതം അനുസരിച്ച് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ദൈവഹിതം തന്നിഷ്ടപ്രകാരം ധരിക്കരുത്. തന്നിഷ്ടപ്രകാരമാകരുത്. നേഹാഭിക്രമ 40-ാമത്തെ നേഹാഭിക്രമ നാശോസ്തി പ്രത്യവായോന്ന വിദ്യതേ സ്വൽപ്പം അല്പസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ലാഭമോ നഷ്ടമോ ഈ ഉദ്യമത്തിലില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നു. കൃഷ്ണാബോധത്തിന്റെ വഴിക്കുള്ള ചെറിയ മുന്നേറ്റം പോലും മഹാഭയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നു. അജാമിളൻ അതിന് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. ഭൗതിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിൽ അത് തികച്ചും നഷ്ടമായി ഭവിക്കുന്നു. ഒരു ചെറിയ ശതമാനം കൃഷ്ണാവബോധത്തോടെ ആയിരുന്നു അജാമിളൻ പ്രവർത്തിച്ചിരുന്നത്. എന്നിട്ടും ഒടുവിൽ ഭഗവത് കൃപ 100% ഫലം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു. നാരായണൻ എന്ന മകന് പേരിട്ടത് മാത്രം അത് വളരെ ജ്ഞാനികളായ നമ്പൂതിരിമാരുടെ കുലത്തിൽ ജനിച്ച അജാമിളൻ കാട്ടിൽ ചെന്ന് യാദൃശ്യമായി ഒരു സ്ത്രീയെ ഈ പരപുരുഷ സംഘം കാണാനിടയാകുകയും ആ സ്ത്രീയിൽ ആകൃഷ്ടനാകുകയും ചെയ്ത് ആ നേരത്തെ കിട്ടിയിരുന്ന ജ്ഞാനങ്ങളും കുടുംബ മഹിമകളും എല്ലാം മറന്ന് ആ സ്ത്രീയോടൊപ്പം ജീവിക്കുന്നു. കുറെ പുത്രന്മാരുണ്ടാകുന്നു. ഏറ്റവും ഇളയ പുത്രന് നാരായണൻ എന്ന് പേരിട്ടു. ആ ഭൗതിക സുഖലോലുപതയിൽ മുഴുകിക്കഴിഞ്ഞ അജാമിളന് തിരിഞ്ഞു നോക്കേണ്ട കാര്യം പോലും തിരിഞ്ഞു നോക്കാൻ പോലും തോന്നിയില്ല. സുഖത്തിൽ അങ്ങനെ മുഴുകി കഴിയുകയായിരുന്നു. അവസാനം ശരീരം ജീർണിക്കാറായി കഴിഞ്ഞപ്പോഴ്, മരണശയ്യയിലായി കഴിഞ്ഞപ്പോഴ് ഇളയ മകനെ അറിയാതെ വിളിച്ചതാണ്. പക്ഷെ അദ്ദേഹം ചെറുപ്പത്തിൽ കുറെ ധ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ അമ്മയുടെയും സ്വാധീനം കൊണ്ടും കുടുംബത്തിന്റെ സ്വാധീനം കൊണ്ടും. അപ്പൊ ഇളയ മകനെ നാരായണ എന്ന് വിളിച്ച ആ വിളി കേട്ടാണ് വിഷ്ണു പാർഷദന്മാര് അവിടെ എത്തിയത്. യമധർമ്മന്റെ ആൾക്കാരും വന്നിരുന്നു, വിഷ്ണു പാർഷദന്മാരും വന്നിരുന്നു. പക്ഷെ യമധർമ്മനെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. വിഷ്ണു പാർഷദന്മാരെ അജാമിളൻ അവിടെ വെച്ചല്ലല്ലോ മരിക്കുന്നത്, അവിടുന്ന് പോയി ഹരിദ്വാറിലേക്ക് വിടുവല്ലേ, ബദരികാശ്രമത്തിലേക്ക് വിട്ടിട്ട് രക്ഷപ്പെടുത്തി അജാമിളൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയായിരുന്നു. ഇത്രയും നാളെ ചെയ്ത പാപങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ബദരികാശ്രമത്തിൽ പോയി തപസ്സിരിക്കുക. അവിടുന്ന് നേരെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ടു വൈകുണ്ഠ. അങ്ങനെയായിരുന്നു. ഉടലോടെ പോവായിരുന്നോ? ഉടലോടെ അല്ല. അല്ല. ഉടലോടെ അല്ല.
ഇനി 47-ാമത്തെ കർമ്മണ്യേവാധികാര ഫലേഷു കഥാചന. ഏറ്റവും ഫേമസ് ആയ ഭഗവത്ഗീതയിലെ ഏറ്റവും ഫേമസ് ആയ ശ്ലോകം കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭുർമാതേ സങ്കോസ്തു അകർമ്മണി. സ്വന്തം നിയത കർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവുമില്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതണ്ട. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുകയും അരുത്. തന്റെ നിയത കർമ്മം നിർവഹിക്കണമെന്നും ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നു. ഹരേ കൃഷ്ണ. 49-ാമത്തെ ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണ ഫലഹേതവ. അല്ലയോ ധനഞ്ജയ, ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്താൽ അകറ്റി നിർത്തുക. ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക. കർമ്മങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ്. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ്. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നവയൊഴികെ എല്ലാ കർമ്മങ്ങളും നികൃഷ്ടങ്ങളാണ്. അവ ജനന മരണ ശൃംഖലയിൽ മനുഷ്യനെ തുടരെ തുടരെ തളച്ചിടുന്നു. പിന്നെ പറഞ്ഞോട്ടെ, കുറച്ചു മാതാജി സമയം കഴിഞ്ഞോ? നമുക്ക് ബാക്കിയുള്ളവരെ അങ്ങനെ നോക്കിയിട്ട് മാതാജി അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. എന്നിട്ട് പേരെ കൂടെ വിളിക്കാം, എന്നിട്ട് നോക്കാം അവരാരെങ്കിലും. അത് കഴിഞ്ഞ് നോക്കി വെച്ചോളൂ. ഞാനിപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ച മറ്റുള്ളവരെല്ലാരും പറഞ്ഞു മാതാജി ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ കരുതി മനസ്സിൽ വെച്ചിരുന്ന ശ്ലോകങ്ങളൊക്കെ തന്നെ മാതാജി പറഞ്ഞു. ബാക്കി ആരും അത് പലതും പറഞ്ഞില്ല. അതിലെ 2.7 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർപ്പണ്യ ദോഷ, പിന്നെ നേഹാഭിക്രമനാശ, ഇത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായി. പിന്നെ കർമ്മണ്യേത് അവധികാരസ്യ എന്ന് പറയുന്ന 2-ാമത്തെ അധ്യായത്തിലെ ആ ശ്ലോകം, അതായത് എപ്പോഴും നമ്മൾ നാട്ടിലൊക്കെ സാധാരണക്കാരൊക്കെ എപ്പോഴും പറയുന്ന ആ ഒരു ശ്ലോകമാണ് അല്ലെ, ഫലകാംക്ഷ ഇല്ലാതെയുള്ള കർമ്മം ചെയ്യാന്നുള്ളത്. അത് പിന്നെ അബദ്ധം പറ്റി സംസാരിക്കുമ്പോഴും അടുത്ത് നിൽക്കുന്നവർ ഈ ശ്ലോകം നമ്മളെ ചൊല്ലി കേൾപ്പിക്കും. അങ്ങനെ പറ്റിപ്പോയല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും അങ്ങനെ ഒരു സംസാരം വരുമ്പോ പോലും ഈ ശ്ലോകം നമ്മളെ ചൊല്ലി കേൾപ്പിക്കും ആൾക്കാർ. പിന്നെ വാസാംസി ജീർണാനി എന്ന് പറയുന്ന ആ ശ്ലോകം, അങ്ങനെ പല ശ്ലോകങ്ങളും നമ്മൾ ആധികാരികമായിട്ട് ഉപയോഗിക്കാവുന്ന, റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ശ്ലോകങ്ങളൊക്കെ തന്നെ മാതാജി ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് മാധവി രാധ മാതാജി. മാതാജി ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. മാതാജി ഉറങ്ങിയോ എന്താണെന്നറിയില്ല. സവിത മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു എനിക്ക് റെഫർ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. അതെയോ? സാരമില്ല മാതാജി. അതായത് എന്തെങ്കിലും ഒരു സെന്റൻസ് ആയിട്ട് എന്തെങ്കിലും പറയാം. 2-ാമത്തെ അധ്യായം. രണ്ടാമത്തെ അധ്യായത്തില് പ്രഭു എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒരു ഇതായിട്ട് തോന്നി 2 ശ്ലോകങ്ങളാണ്. ഒന്ന് 2.3-യും ഒന്ന് 2.40-യും. ഒന്ന് ക്ലൈബ്യം മാസ്മഗമ പാർത്ത നൈദ്യത്വ പദ്യതേ ശുദ്രം ഹൃദയ ദൗർലഭ്യം തെക്തോദിഷ്ട പരം തപ. അതായത് ഭഗവാൻ ഈ ഹൃദയത്തിന്റെ ആ ഒരു വീക്ക്നെസ്സിനെ എങ്ങനെ മാറ്റിയെടുക്കണം, അതിന്റെ അത്യാവശ്യത്തിനെ പറ്റി അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ എല്ലാ ജനങ്ങളും നിന്നെ പഴിക്കുമെന്നും, അതാണ് ക്ഷത്രിയനാ ഏറ്റവും ദുസ്സഹമായത് എന്ന് ഭഗവാൻ പറയുന്നു. അതിനേക്കാൾ ഏറ്റവും നല്ലത് മരണമാണെന്നും യുദ്ധം ചെയ്തുള്ള മരണമാണെന്നും സ്വർഗത്തിലേക്ക് ചെല്ലാമെന്നും ഭഗവാൻ അർജുനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പൊ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പേടിച്ചിട്ടാണ് യുദ്ധത്തിൽ നിന്ന് പോയതെന്നും മറ്റുള്ളവര് നീ ഭയങ്കര നിസ്സാരനായി നിന്നെ കരുതും എന്നുമെല്ലാം ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂടാതെ നിനക്ക് കഴിവില്ല, നിന്റെ ശത്രുക്കൾ നിന്നെ പറ്റി പഴി പറയും. അങ്ങനെ അതിനെപ്പറ്റി കുറെ ശ്ലോകങ്ങൾ 34 മുതലുള്ള ശ്ലോകങ്ങളും എല്ലാം അങ്ങനെയാണ്. അതിലാണ് പറയുന്നത് ഈ യുദ്ധം നടക്കേണ്ടത് വളരെ അനിവാര്യമാണെന്നും ഇവിടെ ലാഭമോ നഷ്ടമോ ഒന്നുമില്ല, ജയമോ പരാജയമോ ഒന്നുമില്ല എന്നും ഭഗവാൻ നീ അതിനെപ്പറ്റിയൊന്നും ഓർക്കരുത് എന്നും അർജുനനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ എനിക്ക് പിന്നൊരു ശ്ലോകം ഈ പറഞ്ഞ പോലെ നേഹാഭിക്രമനാശോ അസ്തി പ്രത്യാവായോന വിദ്യതേ സ്വൽപമപസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അതായത് ഭക്തിയോഗത്തിലേക്കുള്ള ഓരോ ചുവടും എത്ര വലുതാണെന്നും അതിൽ വെച്ചിരുന്ന ഒരു ചെറിയ അടി പോലും നമ്മളെ വലിയ ഭയങ്ങളിൽ നിന്ന് നമ്മളെ മുക്തരാക്കുമെന്നും ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭു, എനിക്ക് കൂടുതലൊന്നും നോക്കാൻ സാധിച്ചിട്ടില്ല. കൃഷ്ണ മാതാജി ഹരേ തന്നെ കൃഷ്ണ. മതി, എല്ലാം ആയി. ഹരേ ബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. സൂര്യ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി രണ്ടാമത്തെ അധ്യായം വേറെ പല ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. മാതാജി കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സിൽ പറയാനായിട്ട് മാതാജി രണ്ടാം തീയതിയിൽ ഒരു ശ്ലോകം പോലും അറ്റൻഡ് ചെയ്ത് കാണില്ല. എന്നാലും മറ്റുള്ള പല ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് ആ, ഞാനിത് നോക്കിയപ്പം കേൾക്കത്തില്ല. പറയാം പ്രഭു, ഒരു മിനിറ്റ് ഇപ്പൊ പറയാം. കുറച്ചൊരു സൗണ്ട് വെക്കാമോ? ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കാമോ പ്രഭു? ഇപ്പൊ കേൾക്കാം. എനിക്ക് പറയാനുള്ള ഒരു ശ്ലോകമാണ് ശ്ലോകം 58. യഥാ സംഹരത്തെ ചായം കൂർമ്മോ ഗാനീവ സർവശ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യസ്തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. നമുക്കെല്ലാവർക്കും ഞാൻ ഓർത്തു ആരും എന്താ ഇത് സ്വഭാവം പറയാത്തത്. ഹരിബോൽ മാതാജി, താങ്ക് യു. പറഞ്ഞോളൂ. അപ്പൊ ആ സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായിരിക്കാൻ പറ്റും. ഇത് എഴുതിയിരിക്കുന്ന വായിക്കാം. ഇച്ഛാനുസരണ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് യോഗിയുടെയും ലക്ഷണം. സുഖാനുഭോഗങ്ങൾ ചുരുക്കി ആ വിധി നിഷേധങ്ങളെ അനുസരിക്കാൻ കഴിവില്ലാത്തവർക്ക് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാനാവില്ല. ഉദാഹരണമാണ്. അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ കൃഷ്ണാവബോധമുള്ളവർ ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനത്തിന് വേണ്ടുന്ന പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു. സ്വന്തം തൃപ്തിക്കായി ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിന് പകരം അവയെ ഭഗവത് സേവനത്തിനായി അർജുനന് ഉപദേശം. ഇന്ദ്രിയങ്ങളെ ഹരേ കൃഷ്ണ. മാതാജി എക്സിറ്റ് ആയിപ്പോയി. അവിടെ റേഞ്ചിന് എന്ത് തകരാറുണ്ടായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്നുണ്ടായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ ഒരാളൂടെ അല്ലേ പറയാനുള്ളൂ? ഷിബി മാതാജി. ഹരീഷിനെക്കുറിച്ച് ഞാൻ ഇത് പ്രശ്നോത്തരിയാന്നാ വിചാരിച്ചിനെ. അതുകൊണ്ട് ഞാൻ ഇത് പറയാം, 60 ശേഷമുള്ളത് പറയട്ടെ പ്രഭുജി. എന്ന് വെച്ചാല് ഭഗവാന്റെ ഭക്തന്റെ വിജയ രഹസ്യം എന്താന്ന് വെച്ചാല് ഭഗവത് സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന ആത്മീയ ആനന്ദം ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഭക്തന്റെ വിജയ രഹസ്യം. അത് നമ്മൾ ആരെപ്പോലെ ആയിരിക്കണം? അംബരീഷ് മഹാരാജാവിനെ പോലെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനത്തിനായി ഉപയോഗിക്കണം. ആ ഒരു ഇന്ദ്രിയത്തിൽ ഏതെങ്കിലും ഒന്ന് ഇത് ഭക്തി ഇല്ലാതാവുമ്പോൾ ഇന്ദ്രിയത്തിൽ ഏതെങ്കിലും ഒന്ന് വ്യതിചലിച്ചു പോയാൽ നമ്മുടെ എല്ലാം പോയി പോകും. അപ്പം അത് അംബരീഷ് മഹാരാജാവിനെ പറയുന്നത് മത്പര ഭക്തൻ എന്നാണ്. കാരണം കൃഷ്ണ ഭഗവാനിലെ മനസ്സൂന്നിയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ആ ഭക്തനെയാണ് മത്പര ഭക്തൻ എന്ന് പറയുന്നത്. പിന്നെ കൃഷ്ണാബോധമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല. ഇത് വൈശിക മേഖലയിൽ ആസക്തനായപ്പോഴും ഭക്തന് കൈവരുന്ന ഒരു ഭഗവത് പ്രസാദമാണ് ഈ കൃഷ്ണാബോധം എന്നത്. അത്
പിന്നെ ഈ സാധകൻ എന്ന് പറയുന്നത് കൃഷ്ണബോധം ഒരു ആത്മീയ ആചാര്യന്റെ കീഴിൽ പഠിക്കുന്നു മനസ്സിലാക്കുന്ന ഒരാളാണ് സാധകൻ, അല്ലെങ്കിൽ അയാളെ മുക്തി യോഗ്യനായവൻ എന്നും പറയും. ഈ നമ്മുടെ ശരിയായ ഭക്തൻ അല്ലെങ്കിൽ നമ്മുടെ ശരിക്കും ഭക്തനാണെങ്കിൽ നമ്മുടെ മനസ്സ് സമുദ്രം പോലെ ആയിരിക്കണം. ഇന്ദ്രിയങ്ങളുടെ ആ ഭൗതിക ഇതിൽ നിന്നുള്ള എഫക്റ്റ് നമ്മൾക്ക് എത്താതിരിക്കാൻ വേണ്ടി സമുദ്രത്തിനെ പോലെ നല്ല കാം ആയ മനസ്സായിരിക്കണം. പിന്നെന്ന് വെച്ചാല് ഈ മിഥ്യാഹങ്കാരവും ശരിയായ അഹങ്കാരം. മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത് മിഥ്യാഹങ്കാരം ഞാൻ ശരീരമാണ്, ഭഗവാന്റെ അംശമല്ല എന്നുള്ള അതാ മിഥ്യ. ശരിയായ അഹങ്കാരം നമ്മൾ ഭഗവാന്റെ അംശമാണെന്നാണ്. പിന്നെ ഇതിന്റെ കൃഷ്ണാവബോധത്തിന്റെ പരമമായ സത്യം എന്ന് പറയുന്നത് കൃഷ്ണന്റെ നിത്യദാസനാണ്. ശരീരം താനെന്ന വ്യാമോഹം, ശരീരമാണ് ഉള്ള അഹങ്കാരം പാടില്ല. ഈ ലോകത്തിൽ യാതൊരു ഉടമസ്ഥാവകാശവും ചെയ്യാൻ പാടില്ല. പിന്നെ ആത്മസാക്ഷാത്കാരന്റെ അതീന്ദ്രിയ ജ്ഞാനം എന്ന് വെച്ചാല് നമ്മൾ ഭഗവാന്റെ അംശമാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഭഗവാന് തുല്യമോ അതിന് മേലെ ഒന്നും കരുതാൻ പാടില്ല. ഇതാണ് ശരിയായ അതീന്ദ്രിയ ജ്ഞാനം. പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എന്നാലും മാതാജി അധികം പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് അതിന്റെ ക്രീമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഈ അധ്യായം ഞാൻ ഈ ശരീരമല്ല ആത്മാവെന്നുള്ള റിയലൈസേഷനാണ് ഈ രണ്ടാമത്തെ അധ്യായം കൊണ്ട് പഠിക്കുന്നത്. അപ്പം മാതാജി ആ ഒരു പോയിന്റ് സ്പർശിച്ചു. അപ്പം ഒരുപാട് താങ്ക്സ് മാതാജി. നമ്മൾ അതിന്റെ എസെൻസ് പറഞ്ഞു. എന്തായാലും മാതാജി പറയാൻ ഒരുങ്ങിയായിരുന്നോ? ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ. സൂര്യ മാതാജി ഇടയ്ക്ക് മാതാജിയുടെ നെറ്റ് പോയി ഇടയ്ക്കിടയ്ക്കൊക്കെ വിട്ടു പോകുന്നുണ്ടായിരുന്നു. നെറ്റ് കട്ടാവുന്നുണ്ടായിരുന്നു പ്രഭു. ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് വ്യക്തമാകുന്നില്ലായിരുന്നു. അത് ഞാൻ നോക്കിയപ്പോൾ മാതാജി കണ്ടില്ല. അതുകൊണ്ടാണ് അടുത്ത ആളെ വിളിച്ചത്. മാതാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു? ഒരു സമ്മറി പോലെ എന്തെങ്കിലും ഒരു സെന്റൻസ് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആളെ വിളിക്കാം. നമുക്ക് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നതിനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിന്റെ വിവർത്തനമാണ്. അതിൽ അംബരീഷ് മഹാരാജാവിനെ പറ്റി പറഞ്ഞു മാതാജി ഇപ്പൊ പറഞ്ഞു. അപ്പം ഹൗ ഷുഡ് ബി എ ഡിവോട്ടി, ഒരു ഡിവോട്ടി എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് അംബരീഷ് മഹാരാജനെ കണ്ട് പഠിക്കാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും ഋഷികേശ സേവനം ഭക്തിവച്ചതേ. നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ട് ഭഗവാനെ സേവ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അടുത്ത് മാധവി രാധ മാതാജി. മാതാജി എന്താ പറ്റി മാതാജി? നെറ്റൊക്കെ ശരിയായോ ഇപ്പൊ? എന്നാ പ്രഭുജി എനിക്ക് കുറെ ദിവസം കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതാണ് ഞാൻ കയറാൻ രണ്ടു ദിവസം കയറാൻ പറ്റിയില്ല. പിന്നെ കയറുന്ന ദിവസം എനിക്ക് കിട്ടുന്നതുമില്ല. അതെ, ഇവിടെ എല്ലാവരും കയറുന്നുണ്ട്. മാതാജിക്ക് മാത്രമായിട്ട് എങ്ങനെയാണ്? അവിടുത്തെ നെറ്റിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ ഡേറ്റ ഇല്ലാതെ വന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും അല്ലാതെ ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവരെല്ലാരും കയറിയിട്ടുണ്ടായിരുന്നു. പ്രഭുജിയുടെ അത് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അത് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അത് കിട്ടുന്നുമില്ല. ഞാൻ ഇതൊന്നും അറിഞ്ഞതുമില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നും വായിച്ചതും ഒന്നുമില്ല. അതെ അല്ലേ? നമ്മൾ 22 ശ്ലോകങ്ങൾ തീർത്തു രണ്ടാമത്തെ അധ്യായത്തിലെ. ഒരു വലിയ അച്ചീവ്മെന്റ്. മാതാജിക്ക് അതിലെ പകുതി മുക്കാലോളം മിസ്സായി പോയി അല്ലേ? അതെ, ഒന്നും അറിയില്ലായിരുന്നു. യൂട്യൂബിലുണ്ട് മാതാജി, അത് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും. എനിക്ക് കിട്ടുന്നില്ലേ പ്രഭുജി? യൂട്യൂബ് എനിക്ക് എടുത്തിട്ട് കിട്ടുന്നില്ല. അതെയോ? യൂട്യൂബ് കിട്ടാത്തത് എന്തോ മാതാജിയുടെ, നമ്മളിപ്പം അർജുനൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും അറിയില്ല എന്നുകൊണ്ടാണ് മാതാജി. അത് കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിഷ്പ്രയാസം എടുത്തു തരും. അത് നമ്മുടെ ഫോണിലുള്ള എന്തോ കുഴപ്പമോ അല്ലെ, നമുക്ക് അറിയാൻ വയ്യായുടെ കുഴപ്പമാണത്. അത് എന്നാ പ്രഭുജി, ഇതിന് യൂട്യൂബിന് എന്തെങ്കിലും പേരുണ്ടോ? എന്റെ ചാനലിലെ മാതാജി ഇത് ചെയ്താ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കുട്ടികളോട് പറഞ്ഞാൽ അപ്പോഴത്തേനും പുതിയ വീഡിയോസ്. അത് തന്നെ ഈ പേര് ചോദിച്ചാൽ മതിയല്ലേ? അപ്പൊ അത് അഭയചരണാരവിന്ദം. അഭയചരണാരവിന്ദം. എന്തോന്ന്? അഭയചരണാരവിന്ദം ചാനലിന്റെ പേര്. അതടിച്ചു ചോദിച്ചു. ഞാൻ എല്ലാ പ്രാവശ്യവും ക്ലാസ് കഴിയുമ്പം
ഞാൻ യൂട്യൂബിന്റെ ലിങ്ക് ഇടാറുണ്ട് നമ്മളുടെ പ്രേമവൃന്ദാവനം ഗ്രൂപ്പില്. അപ്പൊ അതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി. അപ്പൊ കയറി കഴിയുമ്പോൾ യൂട്യൂബിലേക്കാണ് ഡയറക്റ്റ്ലി തുറക്കുന്നത്. അപ്പൊ അവിടെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് വരും, നോട്ടിഫിക്കേഷൻ. അപ്പം ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് പോകും, യൂട്യൂബിലേക്ക് തന്നെ ചെന്ന് തുറന്നോളും. പിന്നെ നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് പോയി തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ മാതാജി? അപ്പൊ അപ്പൊ ഇനി അയക്കുമ്പം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇന്ന് അയക്കുമല്ലോ രാത്രിയില്. അപ്പം അയച്ചു കഴിയുമ്പോൾ ആ ലിങ്കിൽ പോയി ഗ്രൂപ്പിൽ പോയിട്ട് യൂട്യൂബിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിൽ തുറക്കും. അപ്പൊ അതിങ്ങനെ കേട്ടിട്ട് അവസാനം അവിടെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിൽ പോയി ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ പിന്നെ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ പോകും. അപ്പം പഴയ ആ ചാനലിൽ പോയി പഴയ വീഡിയോസ് എല്ലാം എടുത്ത് കാണാൻ പറ്റും അവിടെ നിന്ന്. ആ ചാനലിൽ പോയാൽ മതി. അപ്പോഴത്തേന് പഴയ കേൾക്കാത്ത ക്ലാസ്സുകൾ അഭയചരണാരവിന്ദം. ഇപ്പൊ തന്നെ നോക്കാം ബിജു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ഈ മംഗളാചരണവും മംഗളാരതിയും ഒന്നും തന്നെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. ഈ മംഗളാരതി എന്താണ്? മംഗളാചരണം ഈ 10 ശ്ലോകത്തോളം ഉള്ളത് നമ്മൾ ചൊല്ലുന്നത്. ഞാൻ പറയാം മാതാജി, ഒരു മിനിറ്റ്. ഞാൻ ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കി, അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ വരാം ലാസ്റ്റ്. മാധവി രാധ മാതാജി കഴിഞ്ഞിട്ട് പിന്നെ ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ബി മാതാജി പറഞ്ഞു, കൃഷ്ണകുമാരി മാതാജി. ഇനി അങ്ങനെയാണെങ്കിൽ ബാക്കി ആ സമ്മറി ഒന്ന് ഗീതാ മാതാജി തന്നെ 2-3 ശ്ലോകങ്ങൾ വിട്ടുപോകുന്നില്ലേ, പൂർത്തിയാക്കിക്കോളൂ മാതാജി. ഭാവാർത്ഥം വായിക്കേണ്ട, അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ പറയുക മാതാജി, മനസ്സിലാക്കിയ രീതിയിൽ പറയുക. നോക്കി വായിക്കുന്നതിനേക്കാൾ എന്നാൽ മാതാജി എന്താ അതിൽ നിന്ന് മനസ്സിലായി എന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഓരോ പ്രാവശ്യം ഭാവാർത്ഥം വായിക്കുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് വരുവാണ്, പിന്നെ അത് മാത്രം നോക്കിയാൽ മതി, നമുക്ക് മുഴുവൻ വായിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ വളരെ ഈസി നമുക്ക് സഹായകമാകും. നമുക്ക് അത് മുഴുവൻ വായിച്ചു നോക്കി 72 ശ്ലോകങ്ങളിലും ഭാവാർത്ഥം വായിച്ചു തരണമെങ്കിൽ എത്ര ദിവസം എടുക്കും? അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഷോർട്ട് ഒരു ക്യാപ്സുൾ പരുവത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് മാതാജി ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഇനി അഡീഷണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോട് കൂടി പറയാം. നമ്മൾ കുറേ ടോപ്പിക്കുകളാണ് പറഞ്ഞത് ആത്മാവിനെ പറ്റിയൊക്കെയുള്ളത്. അതിനെപ്പറ്റിയൊക്കെ മാതാജി ഇപ്പം എല്ലാ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലൂടെയും കവർ ചെയ്ത് ആണ്ടിന് പോയിരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആമ തൻ്റെ ഇന്ദ്രിയങ്ങളെ അവിടം വരെ എത്തി. അപ്പം അത് പറഞ്ഞിട്ടോ. പിന്നെ ഇനി ഉള്ളത് ഇത് 60-ാമത്തെ ശ്ലോകത്തിന്റെ ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ്. അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. മായ പൂർണ്ണമായും കൃഷ്ണാവബോധം ഉദിച്ചല്ലാതെ ഇന്ദ്രിയ മനോനിയന്ത്രണങ്ങൾ ലഭിക്കില്ല. മനസ്സ് കൃഷ്ണനിൽ ഉറപ്പിക്കാതെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാനും സാധിക്കില്ല. ഒരു മഹാഭക്തനും തപസ്വിയുമായ ശ്രീ യമുനാചാര്യന്റെ ഉദാഹരണം. എന്തായിരുന്നു ഉദാഹരണം, ഓർമ്മയുണ്ടോ? പിന്നെ ഒരെണ്ണം ഉള്ളത് 60 യമുനാചാര്യ ഒരു പിന്നെ സ്ത്രീ ചെന്ന്, അതല്ലേ അത്? എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ത്രീ ചെന്നിട്ട് അവിടെ പിന്നെ അബദ്ധസഞ്ചാരിണിയായ ഒരു സ്ത്രീ ചെന്ന് അവിടെ യമുനാചാര്യന്റെ മനസ്സ് മാറ്റാനായിട്ട് ചെന്നു. പക്ഷേ യമുനാചാര്യൻ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ജപിച്ചുകൊണ്ടിരുന്നു. നേരെ വെളുക്കുന്നിടം വരെ ജപിച്ചുകൊണ്ടിരുന്നു. ആ സ്ത്രീ അവസാനം തോറ്റങ്ങ് എഴുന്നേറ്റ് പോവുമായിരുന്നു. അത് നാമാചാര്യ ഹരിദാസ് ഠാക്കൂറാണ്. ഹരിദാസ് ഠാക്കൂർ. ബാക്കി പറഞ്ഞോളൂ. പിന്നെ 61-ാമത്തെ ശ്ലോകത്തിന്റെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കാൻ സ്ഥിരബുദ്ധിയുള്ളവൻ. വേറെ ഒരു ശ്ലോകം 2-3 കാര്യം കൂടെ ഒന്ന് പറയാനുണ്ട് അതിനകത്ത്. ഇന്ദ്രിയ വിഷയത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമവും, കാമത്തിൽ നിന്ന് ക്രോധവും ഉണ്ടാകുന്നു. അത് നമ്മൾ ആ 2-3 ശ്ലോകങ്ങളെ പ്രധാനപ്പെട്ടതാണല്ലോ. 63-ാമത്തെ ശ്ലോകത്തില്
ക്രോധത്തിൽ നിന്ന് സമ്മോഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയും ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. ഹരി ഹരി. ആ രാഗദ്വേഷങ്ങളിൽ നിന്നും വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കും. പിന്നെ ലാസ്റ്റിലെ 2 ശ്ലോകങ്ങളാണ് പിന്നെ ഞാൻ നോക്കി വെച്ചേക്കുന്നത്. എല്ലാ വൈഷയിക അഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമസ്ഥാവകാശ ബോധവും മിഥ്യാഹംഭാവവും ഉപേക്ഷിച്ചവനായി നിസ്പൃഹനായി വർത്തിക്കുന്നവന് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ കഴിയൂ. ഹരി ഹരി. അതായത് നമ്മളുടെ ഈ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ വിമുക്തനാണ് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്ക് ശാന്തി നേടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ശാന്തി മന്ത്രം ഏതാണ് നമ്മൾ വീണ്ടും എല്ലാവരും എംപോസിഷൻ എഴുതാന്ന് പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നു ശാന്തി മന്ത്രം ജ്ഞാനാംബിക മാതാജി? ഓക്കാരം. ശരി പറഞ്ഞോളൂ. കാണാതെ പഠിച്ചില്ല, പഠിക്കണം. ആ ഗീത മാതാജിക്ക് ഓർമ്മ 5:29 അല്ലേ? 5:29. അതെ അതെ, മാതാജിക്ക് ഓർമ്മ ഉണ്ടോ? കാണാതെ അറിയത്തില്ല. ഞാൻ ഓക്താരം യജ്ഞതപസ സർവലോക മഹേശ്വരം സുഹൃദം സർവഭൂതാന ജ്ഞാത്വാ മാം ശാന്തി പൃച്ഛതി. കൊച്ചു ഗള്ളി അല്ലേ? അവിടെ എഴുതിയിട്ടിട്ട് അവിടെ എഴുതിയിട്ടിട്ട് ഹരി ബോൾ. എഴുതി വെച്ചിങ്ങനെ 72ാമത്തെ കൂടെ ഏതൊന്നിലെത്തിയാൽ മനുഷ്യൻ ശാന്തി ഒഴിയുന്നുവോ ആ ആത്മീയവും ദൈവികവുമായ പഥമാണിത്. ഇവിടെ നിലയുറപ്പിച്ച് മരണവേളയിലും അതേ സ്ഥിതി തുടരുന്നവൻ ഭഗവത്ധാമത്തിലെത്തുന്ന ഉറപ്പ് തരുവാണ് അല്ലേ? അപ്പൊ തുടക്കം മുതൽ അന്ത്യം വരെയുള്ള കാര്യം സംഗ്രഹം മുഴുവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സന്യാസത്തിന്റെ പരിപൂർണത വരെയുള്ള 18ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലൂടെ കവർ ചെയ്യുന്നുണ്ട്. കർമ്മയോഗം പറയുന്നുണ്ട്, ബുദ്ധിയോഗം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റിയും ഇവിടെ ഈ 72 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ അതിലെ നമ്മള് സയന്റിസ്റ്റുകളൊക്കെ കോട്ട് ചെയ്യുന്ന ശ്ലോകങ്ങളാണ് മറ്റേ വാസാംസി ജീർണാനി, ആത്മാവിനെ പറ്റിയൊക്കെയുള്ള പല കാര്യങ്ങള്. പിന്നെ ഈ ഭക്തിപദ സേവനത്തിൽ ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മള് എന്നാ പറയുന്നത്, കാർപ്പണ്യദോഷം അറിയാമല്ലോ, ആ ഒരു ശ്ലോകം 2:7. അതും അത് ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടതാണ്. ഭഗവാൻ എപ്പോഴാണ് ഉപദേശം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നു, ഗുരുസ്ഥാനത്ത് നിന്നിട്ടെല്ലാം പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുന്നു. അപ്പൊ ഗുരുവിലുള്ള സറണ്ടർ. അപ്പം അങ്ങനെ ആ ഒരു ശ്ലോകം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ നേഹാഭിക്രമന സ്വസ്തി എന്ന് പറയുന്ന ആ ശ്ലോകം, അതായത് സ്വല്പം അല്പസ്യ ധർമ്മസ്യ ത്രായതവും മഹതോപായം. സ്വല്പം അല്പമെങ്കിലും ഭക്തിയുത സേവനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അജാമിലിനെ പോലെ എന്താണ് മഹത്തായ രൂപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടേണ്ടി വരും. അപ്പം അങ്ങനെ നാരായണ മന്ത്രത്തിന്റെ ആ ഒരു നാമജപത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്കത് കാണിച്ചു തന്നത്. അപ്പൊ നമ്മളൊക്കെ തന്നെ അർജുന, നീ സ്വല്പം അല്പമെങ്കിലും നീ എന്ത് ചെയ്യണം, എന്താണ്, നീ നിന്റെ പ്രവൃത്തികൾ ചെയ്യൂ. അങ്ങനെ മഹാവിപത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ നീ അവര് നിന്നെ വധിക്കും, അല്ലെങ്കിൽ എന്താണ്, നീ ആത്മഹത്യ ചെയ്യും. അപ്പൊ അപ്പോഴൊക്കെ ഉള്ള മഹാവിപത്തിൽ നിന്ന് നീ യുദ്ധം ചെയ്തിട്ട് നീ വീരമൃത്യു പ്രാപിക്കും, വീരസ്വർഗം കിട്ടും, വീരന്മാർക്ക് മാത്രമുള്ള. അപ്പൊ അത് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, നമ്മൾ കൃഷ്ണാവബോധത്തിൽ സ്വല്പം അല്പമെങ്കിലും ചെയ്യൂ, മുന്നോട്ട് വരൂ. അപ്പം നീ വരാൻ പോകുന്ന മഹാവിപത്തുകളിൽ നിന്ന് നമുക്കത് രക്ഷ നേടാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. മഹാവിപത്ത് എന്ന് പറയാൻ എന്താണ് നമുക്ക് വരാൻ പോകുന്നത്? ഇതിലും വലുതൊന്നുമില്ല സംഭവിക്കേണ്ടത്. ഏതാണ്? നമ്മൾ എപ്പോഴും സുഹൃത്തായിട്ട് നമ്മുടെ കൂടെ സന്തത സഹചാരിയായിട്ട് ഉണ്ട്. അതേതാണ്? ആരാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അയ്യോ, ആർക്കും അറിയത്തില്ലേ? സത്യസന്ധമായ ഒരു കാര്യം, നമുക്ക് ജനിക്കുന്ന മുതൽ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. മരണം അല്ലേ? ആ മരണം അടുക്കാറായി എന്ന് നമുക്ക് തോന്നുന്നത് എന്താണ്? യമകിങ്കരന്മാര് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് നമുക്ക് ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും. യമകിങ്കരന്മാർ ആരൊക്കെയാണ്? 2 പേരുടെ പേരറിയാമോ?
അറിഞ്ഞൂടാ. ജരയും നരയും. ശരി. നമ്മൾ എത്ര കറുപ്പിച്ച് നടന്നു കഴിഞ്ഞാലും എന്താണ് ആ നര എന്ന് പറയുന്ന ഒരു സംഭവം ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് വരും. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു എനിക്ക് മുട്ടുമടക്കി ഇരിക്കാവുന്ന ഒരു മാതാജി ഇവിടെ ഇരുന്ന് പറഞ്ഞു അല്ലേ? ആരായിരുന്നു പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് മുട്ടുമടക്കി ഇരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ മാതാജിക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് കൈ വെക്കുക? എത്ര പേർക്ക് മുട്ടുമടക്കി നിലത്തിരിക്കാൻ പറ്റും? പറ്റില്ല. പറ്റില്ല. എനിക്ക് ചമ്പറക്കുട്ട ഇട്ടിരിക്കാനേ പറ്റില്ല. അതെ. അപ്പം മടങ്ങത്തില്ല, വേറെ കുഴപ്പമില്ല. മുട്ട അങ്ങോട്ട് വഴങ്ങി തരത്തില്ല. മുട്ട് മടക്കാൻ പറ്റും. എനിക്കും അതെ, മുട്ട് മടക്കി ഇരിക്കാണ്ട് പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കുറെ പഴയാലൊക്കെ ഇരിക്കാം, പൊക്കത്തിൽ പഴയാലൊക്കെ ഇരിക്കാം. മുട്ടിന് വേദന, നടുവിന് വേദന, എളിക്ക് വേദന, ഇങ്ങനെ ഓരോ സ്ഥലത്തും വേദന വരുമ്പോൾ എന്തേരം യമകിങ്കരന്മാര് നമ്മളെ അടുത്തെത്തി. ഇനി അധികം താമസമില്ല, വലിയ താമസമില്ല, നമുക്ക് പോകേണ്ടി വരും. അങ്ങനെ അറിഞ്ഞിട്ട് ലക്ഷണങ്ങളൊക്കെ തന്നെ തന്നു. നമ്മളുടെ കൂടെ അവർ വസിക്കാനും തുടങ്ങി. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമുക്ക് എന്താണ് ശരിക്കും പോകേണ്ട സ്ഥലം എന്താണ്. ഇനിയെങ്കിലും അപ്പൊ സൂചന എന്താണ്? ഇനിയെങ്കിലും നീ കൃഷ്ണാബോധത്തിൽ വരൂ, സ്വല്പം അല്പമെങ്കിലും നീ അഭ്യസിക്കൂ, ധർമ്മത്തെ ഫോളോ ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ മഹാവിപത്താണ് മരണം, അല്ലെ? മരണത്തിന്റെ ആ സമയത്ത് എന്താണ് ഈ ചെറിയ ഒരു മുട്ടുവേദനയും ഇതുപോലെയാണോ വരുന്നത്? 10,000 തേളുകൾ ഒരുമിച്ച് കടിക്കുന്ന വേദന, ഒരു ചൊട്ടനുറുമ്പ് കടിച്ചാൽ സഹിക്കാൻ ആർക്കും പറ്റുന്നില്ല, നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക്. അപ്പൊ പിന്നെ ഒരു തേള് കടിച്ചാൽ എങ്ങനെ സഹിക്കാൻ പറ്റും? അപ്പൊ പിന്നെ 10,000 തേള് കടിക്കുമ്പോഴത്തുള്ള വേദന എത്ര പേർക്ക് ഭഗവാനെ ഓർക്കാൻ പറ്റും? ഈ ഒരു കാര്യം അനുഭവത്തിൽ കൂടെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. എനിക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭഗവാനെ ഓർക്കാൻ പറ്റത്തില്ല. എന്റെ കാര്യം ഞാൻ പറയുന്നു. ഞാൻ ഈ ഡയലോഗ് വിടുന്ന എനിക്കൊരു തലവേദന കാര്യമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പം 2-3 ദിവസമായിട്ട് നല്ല തലവേദനയാണ്. ഈ ഭഗവാന്റെ രൂപം ഓർക്കാനോ നാമം ജപിച്ചാൽ തന്നെ എന്താണ് ഈ നമുക്ക് 16 മാല ജപിക്കണം നിർബന്ധമായതുകൊണ്ട് പേരിന് ജപിക്കുന്നു, അല്ലാതെ ഭഗവാന്റെ രൂപം കാണാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ മെഡിറ്റേറ്റ് ചെയ്യാനോ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് ചെറിയൊരു മുട്ടേപ്പനി വന്നാലത്തെ അവസ്ഥ. അപ്പം റിയൽ ടൈം ഓഫ് ദ ഡെത്തില് എത്ര പേർക്ക് ഭഗവാനെ ഓർക്കാൻ പറ്റും? ഒരിക്കലും സാധ്യമല്ലത്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഭഗവാൻ 8:5 പറയുന്നത്, അല്ലേ? അന്ധകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളയവരം എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകത്തിൽ പറയും. അന്ത്യകാലത്ത് ആരെ എന്നെ ഓർത്താൽ ഞാൻ അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും, അവരെന്റെ ഭാവത്തിൽ എത്തിച്ചേരുമെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാൻ കുറച്ച് കള്ളത്തരം ഉള്ളതുകൊണ്ട് ഭഗവാൻ അതിന്റെ അടുത്ത ശ്ലോകത്തിൽ ഇത് കുറച്ച് മാറ്റി പറഞ്ഞിരിക്കുന്നു. അത് എന്താണ്? യം യം വ്യാപി സ്മരൻ ഭാവം ത്യജത്തന്തേ കളയവരം തം തമൈവ ഇത് കൗന്ദയ തഥാ സദാ സദ്ഭാവ ഭാവിത. ഇതാണല്ലോ ഭഗവാൻ എപ്പോഴും പറയുന്നത്. എനിക്ക് എല്ലാവരോടും സമഭാവം നിന്നും തട്ടിവിട്ടു. ഒരു ശ്ലോകത്തിൽ സമോഹം സർവഭൂതേഷ്, എല്ലാ ജീവജാലങ്ങളും എൻ്റെ മക്കളാണ്, അവരോട് എല്ലാവർക്കും എനിക്ക് തുല്യമാണെന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ നേരെ തിരിച്ചത് പറഞ്ഞു. എന്താണ്? എൻ്റെ മദ്ഭക്തന്മാരോട് എനിക്ക് കുറച്ച് വാത്സല്യം കൂടുതലുണ്ടെന്ന്. അപ്പം ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? എല്ലാവരോടും തുല്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ മാറ്റി പറഞ്ഞിരിക്കുന്നു. എന്താണ്? എനിക്ക് എൻ്റെ മദ്ഭക്തന്മാരോട് എനിക്ക് കുറച്ച് വാത്സല്യം കൂടുതലാണെന്ന്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആരെന്നെ അന്ത്യ സമയത്ത് ഓർക്കുന്നു അവരെന്റെ അടുത്ത് വന്ന് എന്റെ ഭാവത്തിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ആര് മരണവേളയിൽ എന്തിനെ ആലോചിക്കുന്നു, എന്താഗ്രഹിക്കുന്നു, അവര് അതായിത്തീരും. അപ്പൊ ഭഗവാനെ ഓർത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് എല്ലാം പറ്റും. മറ്റുള്ള കാര്യങ്ങൾ ഓർക്കാൻ, മറ്റു ആഗ്രഹങ്ങൾ ബാക്കി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവരെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു ലോകത്തോ സ്ഥലത്തോ ശരീരത്തിലോ കൊണ്ടെത്തിക്കും. ഓരോരുത്തർക്കും എന്താണ് ആഗ്രഹം മരിക്കാൻ നേരത്ത്? നമുക്ക് പറയാൻ പറ്റുമോ മരിക്കാൻ നേരത്ത്? അതുകൊണ്ടാണ് നമ്മൾ ഒരു ആഗ്രഹങ്ങളെ ലോങ് ആയിട്ട് ചിലർക്കൊക്കെ ഉണ്ട്, എനിക്ക് 1 സെന്റ് സ്ഥലമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, ഒരു വീട് വെക്കാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഗ്രഹം. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അവിടെ ഒരു വീട് വെച്ചാൽ മതിയെന്ന്. അപ്പൊ ഒരു ഓലപ്പരയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഓലപ്പര ആയി കഴിയുമ്പോൾ എന്താണ്? ഒരു ഷീറ്റ് ഇട്ട് കഴിയുമ്പം ഓടിട്ട വീട് കിട്ടിയാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് ഓട് ചോർച്ചയാണ്. ആദ്യം കടത്തിനെ കിടന്ന് ഉറങ്ങുമായിരുന്നു, പിന്നെ ഓട് കിട്ടിയപ്പോഴത്തേനും എന്തായി? ചോർച്ചയായി. പിന്നെ എന്ത് ചെയ്യും? ചോർച്ച മാറ്റാണ്ട് നടന്നിട്ട് നടക്കത്തില്ല, പിന്നെ ഒരു വാർക്ക വീട്.
വാർക്ക വീടായി കഴിഞ്ഞപ്പോഴത്തേന് എന്താണ് നമുക്ക് എന്താണ് പറ്റുന്നത്? ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഫാൻ ഇട്ടു കഴിഞ്ഞപ്പോൾ ഒരു ഫാൻ ഇട്ടു, 2 ഫാൻ ഇട്ടു, ചൂടുകാറ്റ് തന്നെയാണ് വീണ്ടും കിട്ടുന്നത്. അപ്പൊ എന്താണ്? ഒരു AC വെച്ചാൽ കൊള്ളാവുന്നതാണ്. ഇങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ നിൽക്കുന്നില്ല അല്ലേ? അപ്പം AC വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ്? അതിന്റെ മുകളിലേക്കൂടെ ഒരു നില പണിത് കഴിഞ്ഞാൽ അവിടെ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാമായിരുന്നു, അതിന്റെ പൈസ കിട്ടാമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത റിക്വയർമെന്റ് ആയി. ഇങ്ങനത്തെ ആഗ്രഹങ്ങളും ഡെപ്പോസിറ്റുകളും നമ്മൾ ബാങ്കിൽ, നമ്മുടെ ഇവിടെയുള്ള ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മേലാതെ കിടക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത്, ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് സഫർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് തന്നെ. അപ്പം നമ്മൾ ഈ മേലാതെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, ഡെപ്പോസിറ്റുകൾ അന്തരംഗത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ചിലപ്പോൾ വണ്ടിയിലൊക്കെ പോയി പ്രത്യേകിച്ച് ഉള്ളി വെളുത്തുള്ളിയൊക്കെ കൂട്ടിയ സംഭവങ്ങൾ നമ്മൾ ഏമ്പക്കം വിടുമ്പോൾ നമ്മുടെ രോമകൂപങ്ങളിൽ നിന്നും വേർപ്പിൽ നിന്നും നമ്മുടെ നിശ്വാസത്തിൽ നിന്നല്ല അതിന്റെ സ്മെല്ല് വരും അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു ക്യാമ്പൊക്കെ വിട്ട് കഴിയുമ്പോഴേ നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു പ്രതിഫലനം അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് കൂടെ കിട്ടും. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ആ ഭാവങ്ങൾ, നമ്മള് അബോധാവസ്ഥയിലാണ് മരണവേളയിലെങ്കിൽ കൂടിയും അതായിരിക്കും അവിടെ പ്രതിഫലിക്കുന്നത്. അത് മറ്റൊരാളെ നമുക്ക് ഏമ്പക്കം വിടുമ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ ആ ഒരു മണവും ഇതെല്ലാം തൊട്ടടുത്ത ആൾക്ക് കിട്ടുന്നതോ എന്ന് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ അന്തരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പെൻഡിങ് ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെ ആയിരിക്കും പുറത്തു വരുന്നത്. അപ്പൊ എന്താണ്? യം യാവി സ്മരൻ ഭാവോ. അപ്പൊ ഭഗവാൻ അടുത്ത പണി തന്നു അല്ലെ? ആരെയാണോ വിചാരിച്ചത് അല്ലെ? എനിക്ക് എത്ര നാളായി ഇന്ന് അനങ്ങാനും വയ്യ, ഒരുങ്ങാനും വയ്യ, പക്ഷെ എനിക്കൊരു എന്താണ് ഒരു കബാബ്, ചിക്കൻ കബാബ് കഴിക്കണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ ചിക്കൻ കബാബ് കഴിക്കാൻ പറ്റിയ ഒരു ജന്മം ഉടനെ തന്നെ കിട്ടുകയാണ് അല്ലേ? വീണ്ടും സഫർ ചെയ്യണ്ടേ? വീണ്ടും എന്താണ് നീച ജന്മങ്ങളിലേക്ക് പോകേണ്ടി വരും. കുറുക്കനായിട്ടോ അങ്ങനത്തെ ഏതെങ്കിലും ജീവികളുടെ നരിയായിട്ടോ ഒക്കെ ജനിക്കേണ്ടി വരും. എപ്പോഴും ചിക്കൻ കബാബ് കഴിക്കാം അല്ലേ? ഞാൻ അഭിയ മാതാജിക്ക് വേണോ അങ്ങനത്തെ ഒരു ശരീരം? പറയൂ. വേണ്ട വേണ്ടല്ലോ. വേണ്ട വേണ്ട. അപ്പൊ ഇനിയെങ്കിലും എന്താണ് ഭഗവാൻ പറഞ്ഞ പോലെ ജീവിക്കാം അല്ലേ? അപ്പൊ സ്വല്പം അല്പമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലാണ്. അപ്പം അത് വീണ്ടും സ്വല്പം അല്പം മാത്രം പോരാ. നമ്മള് ഭഗവാൻ അങ്ങനെ സ്വല്പം അല്പസ്യ എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശ്ലോകമാണത്. സ്വല്പം അല്പമെങ്കിലൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടല്ലേ? നമുക്ക് സ്വല്പം ചെയ്യാനൊന്നും പഠിക്കാൻ പറ്റത്തില്ല. സ്വല്പം അല്പമൊക്കെ ചെയ്താൽ മതി, ബാക്കിയൊക്കെ എന്താണ് എന്നുള്ള രീതിയിൽ നടക്കും. അതായത് താൻ പാതി ദൈവം പാതി, നമ്മൾ കുറച്ച് ചെയ്താൽ മതി. താൻ പാതി ദൈവം പാതി വർക്കൗട്ടായി. പക്ഷെ താൻ ആ പകുതി ചെയ്യൂ. നീ ആ സ്വല്പം എന്ന് ഭഗവാൻ പറഞ്ഞാൽ അത് സ്വല്പമെങ്കിലും ചെയ്യൂ. ചെയ്യാതെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്പമെങ്കിലും ചെയ്യൂ. നമ്മള് എന്താണ് നമ്മളെ ഈ കള്ളത്തരങ്ങളിലെല്ലാം രാജാവായ ആ പുള്ളി നമുക്ക് എങ്ങനെ പറ്റിക്കാൻ പറ്റും? ഒരു പൂച്ച വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ അടുക്ക വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് പാല് കുടിക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ടാണ് കുടിക്കുന്നത് അല്ല? എന്നാണ്? ആരും അറിഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ കണ്ണുപിടിക്കും, ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ വളരെ ക്ലീൻ ആണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? ഇതിന്റെയൊക്കെ കള്ളനായ പെരുങ്കള്ളനായിട്ട് ഒരാൾ നമ്മളെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട് അല്ലേ? എല്ലാത്തിനും സാക്ഷിയായിട്ട്. നമുക്ക് അദ്ദേഹത്തെ മാത്രം പറ്റിക്കാൻ പറ്റില്ല ഒരാൾക്കും. ബാക്കി ആരെ പറ്റിച്ചു കഴിഞ്ഞാലും പൊതുസമൂഹത്തിന് എല്ലാരെയും, ഞാനിപ്പോ ഇവിടെ വന്ന് ഡയലോഗുകളൊക്കെ വിടുന്നുണ്ടല്ലേ, പക്ഷെ എനിക്ക് എന്താണ് ഭഗവാനെ മാത്രം നമുക്ക് പറ്റിക്കാൻ നടക്കില്ല. കാരണം ഈ പറ്റിപ്പിന്റെ എല്ലാം സൂത്രധാരൻ, ഇതിന്റെ എല്ലാം പ്രൊപ്പറേറ്റർ ആണ് ആയിരിക്കുന്നത് അല്ലേ? പക്ഷെ അദ്ദേഹം എന്താണ്? മെർസിയുടെ അല്ലെങ്കിൽ കരുണയുടെ നിറകുടമാണ്. അതുപോലെ തന്നെ ഭക്തന്മാരുടെ കാരുണ്യസിന്ധുവാണ്, ദാസനാണ് അല്ലേ? പക്ഷെ നമ്മൾ വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ ആ വിളച്ചിലിന്റെ ഉസ്താദാണ് അദ്ദേഹം. ഏത് രീതിയിലും എന്താണ് നമുക്കിട്ട് പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ആചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേപടി ഫോളോ ചെയ്യാം. അപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിത പ്രശ്നങ്ങളും നമ്മളുടെ സാഹചര്യം, പ്രാരാബ്ധ കർമ്മങ്ങൾ ഇങ്ങനെ ഒരുപാട് കിടക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഗീതാ മാതാജിക്ക് ഒരു രീതിയിലാണ്. എനിക്ക് ഈയിടെ ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇസ്കോണിൽ പോയിരുന്നു, തിരുവനന്തപുരത്ത് പള്ളിച്ച് പോയിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞില്ലേ, കണ്ടു എന്ന് പറഞ്ഞില്ലേ, പ്രഭുവിന്റെ അവിടെ ഒരാളുണ്ടല്ലോ, പ്രഭുവിന്റെ ഇവിടുന്ന് പറഞ്ഞയച്ചാന്ന് പറഞ്ഞൊരു പ്രഭു. ഉദയാനന്ദ പ്രത്യേകമായിട്ട് പ്രഭുവാണോ?
അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ പറഞ്ഞു അറിയാം അവിടുന്ന് അവിടെ ഉള്ളത് പ്രഭു വന്ന് പറഞ്ഞു വിട്ടാന്നൊക്കെ എന്നോട് പറഞ്ഞു. ചില പ്രായമുള്ള ആളല്ലേ. ആ ഒരു പ്രസാദം വെക്കുന്ന പ്രഭുവാണോ? പ്രസാദമൊക്കെ വിളമ്പി തന്നു. ഇച്ചിരി ക്ഷീണിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. പൊക്കം കുറഞ്ഞ ഒരു കറുത്ത പ്രഭുവാണോ? ഇച്ചിരി ക്ഷീണിച്ചിട്ടല്ലേ ശക്കലം. ആ അതിനോട് സംസാരിച്ച് അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വേറെ ആരും ആയിരിക്കില്ലല്ലോ. അല്ല എനിക്ക് അറിയാവുന്ന എന്തായാലും 3-4 പേരേ ഉള്ളൂ. ഒന്ന് ഷഡ്ഭുജ വിശ്വംഭരദാസ് പ്രഭു, അതുണ്ട്. പിന്നെ ഗൗരിപ്രിയ ദേവിദാസി മാതാജി, അവര് ഭാര്യ ഭർത്താക്കന്മാര്. പിന്നെയുള്ളത് സത്യമേദാസ് പ്രഭു, ജലാശയ മാതാജിയുടെ പ്രഭു. പിന്നെയുള്ളത് നമ്മളെ ഉദയാനന്ദ വാസുദേവ പ്രഭു. അദ്ദേഹം പ്രസാദം പ്രഭുവാണ് അവിടുത്തെ. പൊക്കം കുറഞ്ഞ് നല്ല കറുത്തിരിക്കുന്ന ആളാണ്. അല്ല അന്നേരം പിന്നെ ഞാന് പിന്നെ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അന്നേരം അവിടെ ചെന്നപ്പോ പ്രസാദം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കഴിച്ചത് കൊണ്ട് പിന്നെയും കഴിക്കാനില്ല. അപ്പൊ ആരോ പറഞ്ഞു പ്രസാദമല്ലേ കഴിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ കുറച്ച് വിളമ്പി. അപ്പൊ ആദ്യം ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞതാണോ എന്തോ ആണോ ഞാൻ അതുകൊണ്ട് താഴെ ഇരുന്ന് ഒരു വാരി അങ്ങോട്ട് വായിലോട്ട് വെച്ചപ്പം എൻ്റെ ആ ശ്വാസക്കുഴലിലോട്ട് എങ്ങാണ്ട് അതിന്റെ എരിവോ അതോ ഇനി ഒരു അരി കഷ്ണമാണോ എന്തോ പോയി. എനിക്ക് മരണവെപ്രാളമായി പോയി. 1/4 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് ഒന്നും അറിയാൻ വയ്യ, എന്താണെന്ന് അറിയാൻ വയ്യ. ഇപ്പം മരിച്ചു പോയി. അപ്പൊ അവിടുന്ന് ഒരു പ്രഭുവൊക്കെ ഓടി വന്ന് എൻ്റെ ഉച്ചക്കിട്ടൊക്കെ ഇടിച്ച് എനിക്ക് അറിയാൻ വയ്യ. എനിക്ക് ആ വിഷമം എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്നുള്ളത്. കാരണം അങ്ങ് വായി വെച്ചത് അങ്ങ് ഈ ശ്വാസക്കുഴലിലോട്ട് അങ്ങാണ്ടാ പോയത്. അതിന്റെ എരിവോ അതോ ഒരു അരിയോ ഒരു ചെറിയൊരു തരി ഏതാണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതിന് ശിക്ഷയായിരിക്കും എനിക്ക് തന്നത് എന്ന് ഞാൻ വിചാരിച്ചു. പ്രസാദമല്ലേ അതായിരിക്കും ഞാൻ പറഞ്ഞു. പിന്നെ അതെ അല്ലേ? അത് തന്നെയാ. കാരണം മരണസമാനമായ അത് കഴിക്കും അങ്ങോട്ട് വായിലോട്ട് വെച്ചതേ ഉള്ളൂ. 2-3-4 പ്രാവശ്യം കഴിച്ചിരുന്നെങ്കിൽ പൊട്ടാൻ സാരമില്ല. അങ്ങോട്ട് വാരി വെച്ചപ്പോ തന്നെ ആദ്യം തന്നെ പിന്നെ അത് അവിടെ ഇരുന്ന വഴിക്കൊക്കെ ഞാൻ ചുമയ്ക്കുന്നു, കണ്ണീന്ന് വെള്ളം വരുന്നു, ഞാനിങ്ങനെ വല്ലാതൊക്കെ കാണിക്കുന്നു. ഉടനെ 2-3 പേര് തലക്കിട്ടൊക്കെ ഇടിച്ച് ഒക്കെ ശരിയാക്കി കുറെ നേരം കഴിഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂർ കഴിച്ചവർ എഴുന്നേറ്റ് പോയെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും വൈകിട്ട്. അല്ലെ ഞാൻ പറയും ആദ്യം വേണ്ട എന്ന് പറഞ്ഞതല്ലേ പ്രസാദവാരിച്ചാലും തന്നാട്ട. ഞാൻ കഴിച്ചത് കൊണ്ടാ വേണ്ടാന്ന് പറഞ്ഞത്. കഴിച്ചിട്ടാ ചെന്നത്. കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല. ഹരേ കൃഷ്ണ. അപ്പം ഒരു മരണസമാനമായ ഒരവസ്ഥ മാതാജിക്ക് മനസ്സിൽ തോന്നി. ഞാൻ പറഞ്ഞില്ല, മനസ്സിൽ തോന്നി. മനസ്സിൽ തോന്നി കാര്യം. അപ്പൊ അതാണ് നമുക്ക് പറയുന്നത്. നമുക്ക് ഇപ്പൊ എപ്പം ഏത് സമയത്ത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് ഒന്നും തന്നെ നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മള് ഈ സ്വല്പം അല്പം എന്നുള്ളത് കുറച്ചുകൂടി കൂട്ടി നമ്മള് ചെയ്യണം അല്ലേ? നമ്മളെല്ലാം ഞാൻ പിന്നെ അടുത്തൊക്കെ പറഞ്ഞു ഭഗവാനെ ക്ഷമിക്കണേ, അറിയാതെ പറഞ്ഞതാണ്, പ്രസാദം ഞാൻ നിന്ദിച്ചതല്ലേ, വയറ് മതിയായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നുള്ളത് മനസ്സിൽ തോന്നി പറഞ്ഞു. സാഷ്ടാംഗം പറഞ്ഞു. അതെല്ലേ? അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, നമ്മള് ഈ 2-ാം അധ്യായത്തിലെ നമ്മള് സമ്മറി എല്ലാം നമ്മൾ കഴിഞ്ഞു. സമ്മറി എടുത്തു കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ 2-ാം അധ്യായത്തിൽ നിന്ന് ഇനി അടുത്ത ആഴ്ചയിൽ ഞാൻ ശ്ലോകം എനിക്ക് പ്രശ്നോത്തരി എഴുതാനുള്ള സമയം ഭഗവാൻ അനുവദിച്ചെങ്കിൽ ഞാൻ എഴുതാം. അല്ലെങ്കിൽ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി കയറാം. അപ്പൊ നമ്മള് ഇതിൽ കൂടെ നമ്മള് ഈ 2-ാം അധ്യായം ഇനിയും നിങ്ങൾ എടുത്തു നോക്കണം. കാര്യം സാഖ്യയോഗമാണ്. ആത്മാവിന്റെ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, ആത്മാവ് ഞാൻ ഈ ശരീരമല്ല ആത്മാവാന്നുള്ള റിയലൈസേഷൻ, പിന്നെ എന്താണ് നമ്മൾ ഈ സ്വല്പം അല്പമെങ്കിലും നമ്മൾ ഈ കൃഷ്ണാവബോധം ഫോളോ അപ്പ് ചെയ്യണം. സാധാരണക്കാരന് നമ്മൾ പുറത്തു നിന്നുള്ള ആൾക്കാരോടാണ് നമ്മൾ അങ്ങനെ പറയേണ്ടത്, സ്വല്പം അല്പമെങ്കിലും ചെയ്യുമെന്ന്. നമ്മൾ സ്വല്പം അല്പം അല്ല, നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഇത്രയും നാളായില്ലേ, 3 വർഷത്തോളമായി നമ്മളിപ്പോൾ നമ്മൾ ഈ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യുന്നു അല്ലേ? അപ്പൊ നമ്മൾ സ്വല്പം അല്പം അല്ല, കുറച്ചുകൂടി കൂടുതൽ ചെയ്യണം. നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് നമ്മൾ സ്വല്പം അല്പമെങ്കിലും വന്നാൽ മതിയെന്ന് നമുക്ക് പറയാം. നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്യണം.
പിന്നെ ഈ മുന്നേറ്റത്തിൽ ലാഭമോ നഷ്ടമോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ അതിലുപരി ഭഗവാന്റെ കൃപയാണ് നോക്കുന്നത്, അല്ലേ? ഭഗവാന്റെ തൃപ്തനായോ ഇല്ലെന്ന് നോക്കുന്നത്, അല്ലേ? നമ്മൾ എത്ര ചെയ്തു കഴിഞ്ഞാൽ അത് ഭഗവാൻ കാണണമെന്നുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം, അല്ലേ? ആ ക്വാളിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ പ്രാക്ടീസും ഇതെല്ലാം തന്നെ. അപ്പം നമ്മളല്ലെങ്കിൽ തലകുത്തി മറിഞ്ഞ് ചെയ്തിട്ടും നമ്മുടെ പ്രൗഢി കാണിക്കാനും ഇതും ചെയ്തിട്ട് ഭഗവാൻ അത് നോക്കുക കാണുമോ ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ആദിവാസി സ്ത്രീ അല്ലെങ്കിൽ വനവാസിയായിട്ടുള്ള അവർക്ക് ചിലപ്പോൾ പല്ല് പോലും തേക്കുമെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ള ഒരു സ്ത്രീ കടിച്ചിട്ട് പഴം കൊടുത്തപ്പോഴത്തേക്കിനും കഴുകാതെ ഒക്കെ ഇരിക്കുന്നതാണ്, അല്ലെ? കടിച്ചിട്ട് ഭക്ഷണം കൊടുത്തപ്പോൾ ഭഗവാൻ അത് പ്രസാദമായിട്ട് സ്വീകരിച്ചു. കാര്യം ഭഗവാന് എന്താണ് മെറ്റീരിയലുള്ള അതല്ല ഭഗവാൻ നോക്കുന്നത്. ഭഗവാൻ എന്താണ് അതിന്റെ നോക്കുന്നത്? ആ ഒരു ഭാവമാണ് നോക്കുന്നത്, അല്ലെ? ഭാവഗരാഹി ജനാർദ്ദൻ. അതുപോലെ തന്നെ പഴത്തൊലി മുഴുവൻ കഴിച്ചില്ലേ വിതുരാണി കൊടുത്ത പഴത്തൊലി മുഴുവൻ കഴിച്ചു. ഭഗവാൻ അത്രയും ടേസ്റ്റായിട്ട് പഴം ഇതുവരെ ഒരിക്കലും കഴിച്ചിട്ടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ മധുമംഗളിന്റെ കാര്യം നമ്മൾ കണ്ടല്ലേ? ബ്രഹ്മവിമോഹന ലീല ഉണ്ടാകാനായിട്ട് കാര്യം മധുമംഗളിലെ ഗീറ് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ തൊണ്ണയിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചു മധുമംഗളിനെ. എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ മധുമംഗൾ അത് മുഴുവനോടെ എടുത്ത് കുടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ വന്ന് തൊണ്ണയ്ക്ക് എടുത്ത് ഞെക്കി പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഇവിടെ വീർത്ത് വന്നു കവിള് വീർത്ത് വന്നു. ഭഗവാൻ ഒറ്റ ഇടി കൊടുത്തപ്പോൾ അത് നേരെ ഇങ്ങനെ പമ്പ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഭഗവാൻ നേരെ വാ പൊളിച്ചു അത് കഴിച്ചു. അപ്പോൾ എച്ചില്, അതായത് കൂട്ടുകാരന്റെ വായിൽ നിന്ന് എച്ചിൽ കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ ഇച്ചേ വെച്ചു. ബ്രഹ്മദേവൻ അവിടെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക, അല്ലേ? അപ്പൊ അങ്ങനെ ബ്രഹ്മ ഭഗവാനെ മോഹിപ്പിച്ചു ഭഗവാൻ. അപ്പൊ അങ്ങനെ ബ്രഹ്മവിമോഹന ലീല നടന്നു. കുചേലൻ കക്ഷത്തിലെ വിയർപ്പും കല്ലും മണ്ണും എല്ലാം ഇഷ്ടം പോലെ വാരി തിന്നില്ലേ? കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ അവല്, അല്ലെ? നമ്മൾ ആ അവല് കണ്ടു കഴിഞ്ഞാൽ ആ അപ്പാടെ അങ്ങോട്ട് തട്ടും. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? അത് കൊടുക്കാനായിട്ട് വിസമ്മതിച്ചിട്ട് ഇവിടെ പിടിച്ചു പറിച്ച് വാങ്ങിച്ച് കഴിച്ചു, അല്ലേ? എന്നിട്ട് ഭഗവാൻ ആകെപ്പാടെ ഭക്തന്മാരുടെ മുൻപിൽ പരാജയപ്പെട്ടിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ ഭഗവാന് അപരാജിതനാണ്, അല്ലേ? ഒരിക്കലും വീഴ്ചയൊന്നും പറ്റാതെ അവൻ അച്യുതനാണ്. പക്ഷെ ഭഗവാൻ തോറ്റിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ അമ്പും വില്ലും അസ്ത്രങ്ങളുടെ മുന്നിലൊന്നും അല്ല, പരമഭക്തന്മാരുടെ മുൻപിലാണെന്ന് സുധാമ നമ്മളെ കാണിച്ചു തന്നു. കാര്യം സുധാമയ്ക്ക് വലിയ ബംഗ്ലാവൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന എന്താണ് ഭഗവാനുള്ള ഭക്തിയെല്ലാം വെടിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? വലിയ ധനികനായിട്ട് ജീവിക്കുമെന്നൊക്കെ ഭഗവാൻ വിചാരിച്ചു. രുക്മിണി ദേവിയോട് കൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവിടെ എന്ത് നടക്കുന്നു. നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പഴയതുപോലെ തന്നെ എന്താണ് വീട് മാത്രമേ മാറിയിട്ടുള്ളൂ, ഭഗവാൻ കൊടുത്ത വീട്. പക്ഷെ അദ്ദേഹം എന്താണ് അതേ രീതിയിൽ തന്നെ ആണ് ജീവിക്കുന്നത്, അല്ല? എന്താണ് ഏത് സമയത്തും സദാ ഭഗവാനെ വിളിച്ച് നാമം ജപിച്ചിട്ട് ആ ഒരു രീതിയിൽ നിന്ന് ഒട്ടും മാറില്ല അദ്ദേഹത്തിന്റെ പത്നിയും. അപ്പം ഒരിക്കലും ഭഗവാൻ എന്ത് ചെയ്തു? ഞാൻ പരാജയപ്പെട്ട വളരെ കുറച്ച് മുഹൂർത്തങ്ങൾ ഉണ്ട് അതെന്റെ പരമഭക്തന്മാരുടെ മുൻപിലാണ്. ഭഗവാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇവൻ എന്ത് ചെയ്തു? ഇത് ലക്ഷ്മി ദേവി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവം? നമ്മൾ പിന്നെ ഒരിക്കലും ഭഗവാൻ ഓർക്കുവോ? ലക്ഷ്മി മതിയല്ലേ? പക്ഷെ ഭഗവാനെ നമ്മൾ മറന്നു കളയും. അപ്പോഴത്തേനും അതേപോലെ തന്നെയാണ് രുക്മിണി ദേവി ലക്ഷ്മി ദേവി തന്നെയാണ്. അപ്പം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അവിടെ ഉണ്ടുകൊണ്ട് ദ്വാരക തന്നെ അവിടെ എത്തി. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഒരിക്കലും എന്താണ് കൃഷ്ണനെ മറന്ന് ജീവിക്കാനായിട്ട് സുധാമയ്ക്ക് സാധിച്ചില്ല. അത് കഴിഞ്ഞു. അപ്പൊ അത് കണ്ട് ഭഗവാൻ തന്നെ എന്താണ് പരാജയം സമ്മതിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം പരമഭക്തന്മാരുടെ മുൻപിൽ ഭഗവാൻ എപ്പോഴും കീഴ്പ്പെട്ട് തന്നെ കിടക്കും. അല്ലാത്ത ഭക്തന്മാരുടെ എന്താണ് ചെയ്യുന്നത്? ഭഗവാൻ എല്ലാ വഴികളും തരും. സത്സംഗത്തിൽ കൊണ്ട് ചാടിക്കും, നല്ല ശുദ്ധഭക്തന്മാരുടെ അടുത്തുള്ള വിടും, ചിലപ്പോൾ ഏതെങ്കിലും തീർത്ഥയാത്രയിൽ വൃന്ദാവനത്തിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ കിടന്നോളൂ. ഇത് തന്നെയാണ് ഭഗവാന്റെ ആ ഒരു സന്ദേശം. അത് നിങ്ങളെല്ലാം മനസ്സിലാക്കുക, പ്രാവർത്തികമാക്കുക. അപ്പൊ നല്ല രീതിയിൽ രണ്ടാമത്തെ അധ്യായം തീർക്കാനായിട്ട് സഹകരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ്. ഭഗവാന്റെ പേരിലും ഈ ആചാര്യന്മാരുടെ പേരിലൊക്കെ നന്ദി പറയുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ അധ്യായവും കർമ്മയോഗമാണ്. എങ്ങനെ നമ്മൾ പ്രവൃത്തിയിൽ കൂടെ ഭഗവാനുമായിട്ട് സേവ ചെയ്യാം, ഭഗവാനുമായിട്ട് യോഗം ചേരാം,
എന്നുള്ള 3-ാമത്തെ അധ്യായമാണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ മുൻപിൽ എനിക്ക് എഴുതാൻ സമയം കിട്ടുവാണെങ്കിൽ പ്രശ്നോത്തരി നടത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ കർമ്മയോഗമായിരിക്കും. അങ്ങനെ കർമ്മയോഗത്തിൽ കൂടെ ഭഗവാനെ സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രവൃത്തിയിൽ കൂടെ നമ്മളുടെ മനസ്സാ വാച കർമ്മണ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഭഗവാനെ എങ്ങനെ സേവിക്കാൻ പറ്റും എന്ന് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ പടിപടിയായിട്ട് ഭഗവത്ഗീത എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സഹകരിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്താണ് ഒരുപാട് കൃഷ്ണകൃപ ഉണ്ടാകട്ടെ. കൃഷ്ണഭാവനാമൃതത്തിൽ നിങ്ങൾക്ക് പരിലസിച്ച് നിങ്ങൾക്ക് അതിൽ പാറിപ്പറന്ന് നടക്കാനായിട്ട് ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വഞ്ചകൽപതരൂപശ്ച കൃപാസിന്ധുഭേവച്ച പതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ദി ജയ. പ്രഭു, ഞാൻ ചോദിച്ചതിന് ഉത്തരം മംഗളാരതി എന്ന് പറഞ്ഞിട്ടാ. അതോടെ പറഞ്ഞേക്കാം. ഇനി ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ഇരിക്കുന്ന സമയമുള്ളവർ മാത്രം സ്റ്റേ ചെയ്യുക. ക്ലാസ് കഴിഞ്ഞു. ഓക്കെ. അപ്പം മംഗളാരതി നമ്മൾ സോങ് പഠിച്ചു കഴിഞ്ഞിട്ട് മാതാജിക്ക് അറിയാൻ പറ്റാതായി. നമ്മൾ രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് സീത ആരാണെന്ന് മംഗളാരതി സോങ് പഠിച്ച മാതാജി ഇല്ലായിരുന്നു. നമ്മൾ 2-3 ആഴ്ച എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞായിരുന്നു. സംസാരതാവ നിലലിടലോക കാരുണ്യ പ്രാപ്തസ്യ കല്യാണ ഗുണാർണവസ്യ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. ഇതാണ് മംഗളാരതി സോങ്, അല്ലെങ്കിൽ ഗുരു അഷ്ടകം എന്ന് പറയും. ഗുരു അഷ്ടകം 8 സ്റ്റാൻസ് ആണ്. വിശ്വനാഥ ചക്രവർത്തി ടാക്കൂറ എഴുതിയതാണ്. അടുത്തത് മംഗളാചരണം എന്ന് പറയുന്നത് ഓം അജ്ഞാനനിമിരാന്തസ്യ അത് കുറച്ചുണ്ടല്ലേ, ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മന്ദേഹം ശ്രീഗുരു. ശരിക്കും മംഗളാചരണം മന്ദേഹ ശ്രീഗുരു എന്ന് പറഞ്ഞിട്ട് അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പം അതാണ് മംഗളാചരണവും മംഗളാരതി. മനസ്സിലായല്ലോ മാതാജി? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, സംശയമില്ല. എനിക്കിത് സംശയമില്ല. ഞാൻ